Hello everyone. Am I audible? Hello. Yes. Okay. Thank you so much for joining today's session. നമ്മളുടെ ഇന്നത്തെ സെഷൻ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണ്. നിങ്ങൾ എല്ലാവരെയും ഇന്നത്തെ സെഷനിലേക്ക് നമ്മൾ വെൽക്കം ചെയ്യുകയാണ്. സോ ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ശരത്ത് ഒന്ന് എന്ത് ചെയ്യുക, നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഒന്ന് മെസ്സേജ് അയക്കുക. അതേപോലെ തന്നെ നമ്മളുടെ ഇന്നത്തെ സെഷനിലേക്ക് നമ്മൾ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഹാലയാണ്. ഹാല, ആർ യു ദേർ? Yes. Yes, okay. Please be here in video. Thank you so much for being here in video. ശരത് എന്നെ ഒന്ന് ഹോസ്റ്റ് ആക്കണം. എനിക്കൊന്ന് വെച്ചാൽ എൻ്റെ പ്രൊഫൈൽ ഒന്ന് വെച്ചാൽ എനിക്കൊന്ന് ഹോസ്റ്റ് ആക്കി തരും പ്ലീസ്, so that I can manage this. Okay, thank you. And we have Hala here. ഹായ് ഹാല, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ് വിചാരിക്കുന്നു. സുഖമായിട്ട് പോകുന്നു അല്ലേ? സോ കോഴ്സ് എല്ലാം, നമ്മളുടെ കോഴ്സ് ഇന്നത്തെ സെഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇറ്റ്സ് മീ റിയൽ മീ എന്ന് പറയുന്ന സെഷനാണ്. അതായത് നമ്മളുടെ കോഴ്സിലെ പാർട്ടിസിപ്പൻസ് അവരുടെ ഹീലിംഗ് ജേർണി ഷെയർ ചെയ്യുന്നതാണ്. സോ സ്വാഭാവികമായിട്ടും നിലവിൽ പങ്കെടുക്കുന്ന കോഴ്സിലുള്ള ആൾക്കാർക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. അവർ ഏതെല്ലാം രീതിയിൽ ഓരോരോ ചാലഞ്ചസ് ഓവർകം ചെയ്തു എന്നുള്ളത് അറിയുക. അതേപോലെ തന്നെ ഏത് രീതിയിലാണ് ഏതെല്ലാം പ്രാക്ടീസസ് ആണ് അവർ അപ്ലൈ ചെയ്യുന്നത്, അതെല്ലാം പഠിക്കാൻ ശ്രമിക്കാം. അതേപോലെ തന്നെ ഇതുവരെ കോഴ്സ് അറ്റൻഡ് ചെയ്യാത്ത ആൾക്കാർക്ക് കൂടുതൽ ഹീലിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കാനും ഇത് ഉപകാരപ്പെടും. സോ നമുക്ക് തീർച്ചയായിട്ടും ഒരുപാട് പേരുടെ ഓക്കെ, ഹിബ ഷബീർ പറയുന്നു. ഓക്കെ, വെരി ഗുഡ്. യു ആർ വെയിറ്റിംഗ് ടു ഹിയർ എ സക്സസ്ഫുൾ സ്റ്റോറി ഓഫ് ഹാല. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക് ഹിബ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ആൻഡ് ലെറ്റ്സ് സീ. Hala, can you please introduce yourself? What do you do and where are you from? കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എങ്ങനെയാണ് ഈ കോഴ്സിലേക്ക് എത്തിയതും നിങ്ങളോട് പരിചയപ്പെടുത്താം. പറഞ്ഞോളൂ. ഓക്കെ, എൻ്റെ പേര് ഹാല ഫാത്തിമ. ഞാൻ കാലിക്കറ്റിനാണ്. ഞാൻ 1 ഇയർ മുമ്പേ 3D മോഡലറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, കാർട്ടൂണിൻ്റെ. പിന്നെ അത് നിർത്തി. കറക്റ്റ് 1 ഇയർ ആയപ്പോൾ ഞാനത് നിർത്തി. എനിക്കത് ബോറടിച്ചിട്ട് ഞാൻ നിർത്തി. പിന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാന്നുള്ള ഒരു രീതിയിലായിരുന്നു പിന്നെ അങ്ങോട്ട് പോയത്. കുറേ ഇൻസ്റ്റ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ട് ഇങ്ങനെ നിന്നപ്പോഴാണ് ഇങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ നിന്നപ്പോഴാണ് സാറിൻ്റെ വീഡിയോ കണ്ടത്. അങ്ങനെയാണ് ഞാൻ ഒന്നും ആലോചിക്കാണ്ട് സാറ് ഇൻസ്പയേഴ്സ് അക്കാദമീൻ്റെ ഫസ്റ്റത്തെ ഒരു ഓഫ്ലൈൻ ആയിട്ടുള്ള ഒരു ഇതിലേക്ക് വന്നത്. ഞാനിങ്ങനെ കൂടുതൽ ആലോചിക്കുന്ന ഒരാളാണ്. അത് ശരിയാണോ, ഇവർ ശരിയാണോ എന്നൊക്കെ കൂടുതൽ ചിന്തിക്കുന്ന ഒരാളാണ്. പക്ഷെ ഞാനൊന്നും ആലോചിക്കാണ്ട് എനിക്കെന്തോ തോന്നിയപ്പോൾ ഞാൻ സാറിൻ്റെ ഇതിൽ ജോയിൻ ചെയ്ത് ഫസ്റ്റ് ദിവസം തന്നെ എനിക്ക് നല്ല ഒരു എന്തെങ്കിലുമൊക്കെ എനിക്കൊരു ചേഞ്ചസ് വരുത്താൻ പറ്റും എന്നുള്ള രീതിയിലുള്ളൊരു ചിന്ത സാർക്ക് അന്നേ ദിവസം എനിക്ക് കൊണ്ടുത്തരാൻ പറ്റി. സാറിനെ നന്നായിട്ട് അന്ന് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഞാൻ ഇതിലേക്ക് എത്തിപ്പെട്ടത്. ഓക്കെ, സോ ഹാല, വാട്ട് വാസ് യുവർ ലൈഫ്? എങ്ങനെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു അങ്ങനെ ബേസിക് നമ്മളുടെ ഒരു അന്നത്തെ ഒരു മീറ്റപ്പിലേക്ക് പ്രോഗ്രാമിലേക്ക് വരികയും ചെയ്തു. അതുപോലെ ഒരു മീറ്റപ്പാണ് പ്രോഗ്രാമാണ് നടക്കാൻ പോകുന്നത്. നിങ്ങൾ എല്ലാവരും റീകണക്ട് എന്ന് പറയുന്ന പ്രോഗ്രാം, ആ പ്രോഗ്രാമിൽ എല്ലാവരും വരണം. ചെറിയ പേയ്മെന്റേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും അതിലേക്ക് വരിക, പങ്കെടുക്കാൻ ശ്രമിക്കുക. ആ പ്രോഗ്രാമിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യണം, നെക്സ്റ്റ് വീക്കിലാണ് നടക്കാൻ പോകുന്നത്. സോ മറക്കരുത്, നിങ്ങൾക്ക് എല്ലാവർക്കും അത് എന്ത് ചെയ്യാം, ഡെഫിനറ്റ്ലി ഒരു ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആയിരിക്കും. 24th നടക്കുന്നത്. സോ നെക്സ്റ്റ് ഒരു കാര്യം ചോദിക്കാനുള്ളത്, അല്ല, നിങ്ങളുടെ ഒരു ലൈഫ് ഉണ്ടായിരുന്നില്ല ബിഫോർ ദ കോഴ്സ് ആൻഡ് ആഫ്റ്റർ ദ കോഴ്സ്. അപ്പം ആദ്യം ഒരു ബേസ് നമ്മുടെ ഒരു ഫസ്റ്റ് മീറ്റപ്പിന് നിങ്ങൾ വന്നു. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് തോന്നി ഓക്കെ, എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം, ഞാൻ കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെയാണ് കോഴ്സിലേക്ക് വരുന്നത് അല്ലേ? കോഴ്സിൽ വന്നിട്ട് കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിച്ചു. സോ ആ ഒരു കോഴ്സിലേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു തരത്തിലുള്ള ഒരു ഷിഫ്റ്റ് കൊണ്ടുവരണം, കോഴ്സിലേക്ക് വന്നിട്ട് ലൈഫ് ഒന്നുകൂടെ ചേഞ്ച് ചെയ്യണം എന്ന് തോന്നാനാണ്. അപ്പൊ അതിന് മുൻപുള്ള ഒരു ലൈഫ് ഉണ്ടാവും. ആ ലൈഫിൽ എന്തെല്ലാം ചാലഞ്ചസ് ശരിക്കും ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഞാന് ഇപ്പൊ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന തന്നെ എനിക്ക് വളരെ ഫിയറാണ്. അതായത് ഇന്ന് ഞാൻ വന്നത് തന്നെ ഫിയർ എല്ലാവർക്കും ഉണ്ടാവും. മനുഷ്യന്മാരാണ് നമ്മള്.
അങ്ങനാണല്ലോ. ഞാനങ്ങനാണ്. ഞാനത് അക്സെപ്റ്റും ചെയ്യുന്നു. പക്ഷേ ഞാനിതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയൊരു അവസരായിട്ട് ഞാൻ കണ്ടിട്ടാണ് ഞാൻ ഇന്നലെ രാത്രി മുതൽ ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചത്. ഞാൻ വളരെ ഫിയർ ഉള്ള ഒരാളായിരുന്നു. ആഹ് ടെൻഷനുള്ള ഒരാളായിരുന്നു. നടക്കുന്ന ചെറിയ കാര്യത്തെ പോലും ഞാൻ വലിയ രീതിയിൽ ചിന്തിക്കും. അങ്ങനെയുള്ളൊരു ടൈപ്പ് ഒരു പേഴ്സണാണ്. പിന്നെ ആഹ് എനിക്ക് ചില ആൾക്കാരെ ഞാൻ കണ്ണടച്ച് വിശ്വസിച്ചതിന്റെ പേരിൽ എനിക്ക് കുറേ അബദ്ധങ്ങളൊക്കെ പറ്റി. അങ്ങനെ കുറേ ട്രോമാസ് എൻ്റെ ഉള്ളിലുണ്ടായിനു. ചൈൽഡ്‌ഹുഡിലാണെങ്കിലും പേരൻറ്സിൽ നിന്നാണെങ്കിലും ഒക്കെ തന്നെ. അവരറിയാതെ എനിക്ക് തന്നതാണ്. അത് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ കുറേ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ഒരാള്. അതായത് ആൾക്കൂട്ടത്തിലേക്കൊക്കെ ഇറങ്ങി ചെല്ലാനൊക്കെ ഇഷ്ടമല്ലാത്തൊരു പേഴ്സണാലിറ്റി ആയിരുന്നു ഞാന്. സംസാരിക്കുമ്പോ തന്നെ തെറ്റ് പറ്റി പോവോന്നൊക്കെ ഉള്ളൊരു ചിന്ത ഉള്ള ഒരാളായിരുന്നു ഞാന്. അങ്ങനെയുള്ള എന്നെ എനിക്ക് മാറ്റണം എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഞാന് മെയിനായിട്ട് സാറിന്റെ ഈ കോഴ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. കാരണം എനിക്ക് കുറെ ആഗ്രഹങ്ങളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്. പക്ഷെ അതിലേക്ക് ഞാന് മുമ്പ് എങ്ങനാണോ ഉണ്ടായിരുന്നത്, അതേ രീതിയിൽ പോയിട്ടുണ്ടെങ്കില് സാറ് ഒരു ക്ലാസ്സില് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മള് ഫെയിം ആവണംന്ന് ആഗ്രഹിക്കുമ്പോ, അപ്പൊ ഫെയിമില് വരുന്ന കാര്യങ്ങളെ ഏറ്റെടുക്കാനുള്ള ഒരു ഇത് നമുക്കുണ്ടാവണം. അതായത് ഇപ്പൊ നമ്മളെ കൊറേ ആൾക്കാര് കാണുമ്പോ, ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നമ്മളെ അടുത്തേക്ക് വരും. അപ്പൊ അവരൊക്കെ നമ്മള് എന്താ പറയാ, മീറ്റ് ചെയ്യാനുള്ള ആ ഒരു ധൈര്യം കൂടെ നമുക്ക് വരണ്ടേ. അപ്പൊ ഞാൻ അങ്ങനെ ഒരു പേഴ്സൺ അല്ലായിരുന്നു. അപ്പൊ ഞാൻ എല്ലാത്തിനും ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തി എനിക്ക് ആവണംന്നുണ്ട്. അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇതിലേക്ക് വന്നത്. ഇപ്പത്തെ ഒരു ചേഞ്ച് പറയാണെങ്കില് ഞാന് വളരെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പൊ ഒരു 2 മന്ത്സ് ഒക്കെ ആയിട്ടുണ്ടാവില്ലല്ലേ ക്ലാസ് കഴിഞ്ഞിട്ട്. അതെ, ആ. അതെ. ഒരു 1 മന്ത് ഞാൻ നിന്നാലൊരു ഇങ്ങനെ സ്റ്റക്കിലുണ്ടായിനു. അത് കോഴ്സ് കഴിഞ്ഞ് പിന്നെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ ഒരു സ്റ്റക്കിലുണ്ടായിനു. പക്ഷെ ഇപ്പൊ ഒരു 1 മന്ത് ആയിട്ട് ഞാൻ എല്ലാ ഏരിയയിലും ക്ലിയർ ആണ്. ഇപ്പൊ എന്റെ ഹസ്ബൻഡിന്റെ റിലേഷൻഷിപ്പിലായാലും ശരി, എന്റെ ഫാമിലി റിലേഷൻഷിപ്പിലായാലും ശരി, ഞാൻ എല്ലാത്തിലും അപ്പൊ ഇപ്പൊ നമ്മള് പറയൂലേ, നമ്മളൊരു ഉറക്കം നമ്മള് വളരെ സമാധാനത്തില് നമ്മള് ഉറങ്ങണംന്നാണ്. പക്ഷെ നമ്മള് അന്നേ ദിവസം നടന്ന സംഭവം കൊണ്ടോ, അല്ലെ ഇതിന്റെ മുമ്പേ ദിവസം നടന്ന സംഭവങ്ങൾ കൊണ്ടോ നമ്മൾ അതൊക്കെ ക്യാരി ചെയ്തിട്ട് നമ്മള് കിടന്നുറങ്ങും. തിങ്ക് ചെയ്തിട്ട്. പക്ഷേ ഇപ്പൊ ഞാൻ അങ്ങനല്ല. മുമ്പ് അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഞാന് അന്നേ ദിവസത്തിൽ നടന്ന ചീത്തൊരു കാര്യം പോലും എന്നെ എന്താ പറയാ, എന്റെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തുന്നില്ല. എനിക്ക് നല്ല സുഖായിട്ട് കംഫർട്ടായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. ഞാനതാ മനസ്സിലാക്കുന്നത്. സമാധാനം എന്ന് പറഞ്ഞാൽ ചിലപ്പോ അത് തന്നെ ആയിരിക്കണം. എനിക്ക് വന്നൊരു മാറ്റം ഞാനതാ മനസ്സിലാക്കുന്നത്. ഞാൻ ഇന്നും ചിന്തിച്ച്, ഇന്നലെയും ചിന്തിച്ച്, ഞാനിപ്പോ നന്നായിട്ട് ഉറങ്ങുന്നുണ്ടല്ലോ. ഇപ്പം എന്നെ ഇവിടേക്ക് ഈ ഇറ്റ്സ് മീ റിയലി മീലേക്ക് വിളിച്ച സമയത്ത് ഷബ്‌ന മാം പറഞ്ഞ് എനക്കിത് പറ്റും. ഞാൻ എന്നിട്ട് പറയുന്നുണ്ട്, എങ്ങനാ ഞാൻ പറയാ, എന്താ പറയാന്നൊക്കെ. അപ്പൊ എനക്കിത് പറ്റുംന്നുള്ളത് എനിക്കറിയാന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതും ഞാൻ മനസ്സിലാക്കി. ഇന്നെ കുറെ ആൾക്കാർ എന്നില് വിശ്വാസം അർപ്പിക്കുന്നുണ്ട്. അപ്പൊ ആ വിശ്വാസത്തെയും ഞാൻ എന്ത് ചെയ്യണം? നിലനിർത്തണം. അതെന്റെ വീട്ടുകാരായിക്കോട്ടെ, ഇപ്പൊ ദാ ആരും ഞാൻ നേരിട്ട് കാണാത്ത ഷബ്‌ന മാം വരെ എന്നില് വിശ്വാസം അർപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറെ നല്ല ചിന്തകളിലേക്ക് ചിന്തിക്കാന് ഞാൻ പഠിച്ച്. അതായത് മോശമായിട്ട് ചിന്തിക്കുന്നതിന് പകരം ഇതൊക്കെ എനിക്ക് വേണ്ടിയിട്ടാണ്, ഇതൊക്കെ എനിക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ ഞാൻ പഠിച്ചു. യാഹ്. വെരി ഗുഡ്. ഫാന്റാസ്റ്റിക്. അതായത് ചിന്തകളിൽ ഒരുപാട് മാറ്റം വന്നു. യെസ്. ആറ്റിറ്റ്യൂഡിൽ ഒരുപാട് മാറ്റം വന്നു. അതേപോലെ തന്നെ ഓവർ തിങ്കിങ് ഒരുപാട് കുറഞ്ഞു. ഉം. സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് എത്താൻ പറ്റി. റിലേഷൻഷിപ്പിൽ വലിയ ചേഞ്ചസ് വരാൻ പറ്റും. യെസ്. ഐ ആം റിയലി ഹാപ്പി ബിക്കോസ് ഹാല നമ്മുടെ പ്രോഗ്രാമിൽ വന്നതിന് ശേഷം എനിക്കറിയാം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉള്ള ആളായിരുന്നു. ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു അല്ലേ? ആ ചോദ്യങ്ങൾ പലപ്പോഴും ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ സംശയങ്ങളൊക്കെ വൺ ബൈ വൺ ആയിട്ട് കുറഞ്ഞു 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 വന്ന് എത്രത്തോളം ഇപ്പോ ഇനി അടുത്തൊരു ചോദ്യം ഇതാണ്. ഇത്രയും ചേഞ്ചസ് ഇതാണ് മുൻപുണ്ടായിരുന്ന ഒരാൾ. അപ്പോൾ അതിൽ നിന്ന് ഇത്രയും ചേഞ്ചസ് വന്ന് കുറെ മാറ്റങ്ങൾ ഉണ്ടാക്കി. ഉം. എന്താണ് നിങ്ങൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്? ഇതിൽ നിന്ന് എന്ത് കാര്യമാണ് നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് പഠിച്ചത്? ഉം. അതിലേതാണ് നിങ്ങൾക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് ടൂൾ? ഓക്കെ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കില് സാറ് കുറേ പോയിന്റ്സ് നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ സാറ് കുറേ പോയിന്റ്സ് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ തെറാപ്പി മെത്തേഡ്സ് ഒക്കെ ഉണ്ടെങ്കിലും എനിക്ക് കൂടുതൽ ഇഷ്ടം എഴുതുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സാറ് പറയില്ലേ നമ്മളെപ്പോഴും കുറച്ച് ബുക്ക് കൊണ്ട് നടക്കണമെന്ന്. ഞാൻ എപ്പോഴും ഒരു ബുക്ക് ഒന്നല്ല ഒരു 3 ബുക്ക് എൻ്റെ അടുത്ത് എപ്പോഴും ഉണ്ടാവും. അതൊന്ന് ആഹ് ഞാന് 2018ലാണ് ശരിക്ക് ഈ യൂണിവേഴ്സൽ പവർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം ഞാൻ കേൾക്കുന്നത്. അപ്പൊ അന്ന് മുതലേ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു വിഷൻ ബുക്ക്.
അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങള്. ഇപ്പൊ ഞാൻ വിഷൻ ബോർഡ് ഉണ്ടാക്കി. പിന്നെ അത് ക്യാരി ചെയ്ത് കൊടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനൊരു വിഷൻ ബുക്ക് ഉണ്ടാക്കി. ഇപ്പൊ ഞാനിങ്ങനെ ഇങ്ങനെ ഇടക്ക് നോക്കുമ്പോണ്ടല്ലോ, എനിക്ക് ഇന്ന് വിളിച്ച അതായത് ഇന്നലെ എന്നെ ഷബ്‌നമ്മ വിളിച്ച കോള് വരെ ഞാൻ എപ്പോഴോ അത് വിഷ്വല് ചെയ്തതായെന്നൊക്കെ എനിക്ക് തോന്നുക. കാരണം ഞാൻ ഭയങ്കര ഫിയർ ഉള്ള ഒരാളാണ്. പക്ഷെ എന്നാലും എനിക്കിഷ്ടാണ് നമ്മളെപ്പറ്റി പറയാൻ. അതായത് എന്നെപ്പറ്റി പറയാന് എനിക്ക് ഭയങ്കര ഇഷ്ടാണ്. അപ്പൊ അതൊക്കെ എനിക്കിങ്ങനെ ഇത് നോക്കിയപ്പോൾ വിഷൻ ബുക്ക് നോക്കിയപ്പോഴും ഇന്നലെ മാം വിളിച്ചപ്പോഴൊക്കെ എനിക്കിങ്ങനെ തോന്നാ, ഇത് സംഭവം ഞാൻ എന്നോന്ന് വിചാരിച്ചതിന്റെ ഒരു തുടക്കമാണ്. അങ്ങനെ ഒരു തോന്നല്. പിന്നെ ഒരു റഫ് ബുക്ക് ഉണ്ട്. പിന്നെ മെയിൻ കാര്യങ്ങൾ എഴുതി വെക്കാനുള്ള ഒരു ബുക്ക് ഉണ്ട്. ഇതിലൊക്കെ ഇപ്പൊ ഞാൻ ഇൻസ്റ്റയിലൊക്കെ സ്ക്രോൾ ചെയ്യാറുണ്ട്. ഞാൻ വളരെ നോർമൽ വ്യക്തിയാണ്. പക്ഷെ ഇതിന്നൊക്കെ കാണുന്ന ഗുഡ് പോയിന്റ്സ് ഇല്ലേ, ഇതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെക്കും. അപ്പൊ അത് സാറ് പറഞ്ഞിട്ടുണ്ടേനു. അപ്പൊ നല്ല നല്ല കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ച്ങ്ങാണ്ട് ഇടയ്ക്ക് അതെടുത്ത് ഇങ്ങനെ പേജ് എടുത്ത് മറിച്ച് നോക്കുമ്പോ ഈ ഫോണിൽ സേവ് ചെയ്ത് വെക്കുന്നതിനെക്കാട്ടും എളുപ്പാണ്. നമുക്ക് എടുത്ത് നോക്കാനും റിമൈൻഡ് ചെയ്യാനൊക്കെ. പിന്നെ തെറാപ്പി മെത്തേഡ്സ് സത്യം പറഞ്ഞാ ഞാനിപ്പോ ഒരു 1 മന്ത് ആയിട്ട് എനിക്കതിന്റെ ആവശ്യമില്ലാന്നുള്ളൊരു തോന്നലുകൊണ്ടാണ്. ഒരുപക്ഷേ എനിക്കൊരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുമ്പോ ഞാനെടുത്ത് ടാപ്പ് ചെയ്യുന്നല്ലാണ്ട് ഞാനത് ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുന്നില്ല. കാരണം അൽഹംദുലില്ലാ സത്യസന്ധമായിട്ട് പറയാണെങ്കില് ഞാൻ ഒരു 1 മന്ത് ആയിട്ട് ഞാനിപ്പോ വളരെ ക്ലിയർ ആണ്. അതുകൊണ്ട് ഇനി ഒരു ആ ഒരു ബേസിലേക്ക് പോവണ്ട, ഒരു നെഗറ്റീവ് ഒരു സാധനം തോട്ട് വേണ്ടാന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോ നിർത്തി വെക്കുന്നത്. പക്ഷെ അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെ ആയതുകൊണ്ട് മാത്രാണ് ട്ടോ. അല്ലാതെ ഞാൻ ഓക്കെ അല്ലാണ്ട് ഞാനത് നിർത്തി വെക്കാണെങ്കിൽ ചെലപ്പോ ഈ ഒരു ഇതില് ഞാൻ എത്താൻ മതിയാവില്ല. പക്ഷെ ഒരു 1 മന്ത് ഞാൻ പ്രാക്ടീസ് ചെയ്ത് ഇപ്പൊ ഞാന് ഓക്കെ ആണ്. അതുകൊണ്ട് ഞാനങ്ങനെ പോകുന്നു. പിന്നെ എഴുതാൻ ഞാന് ഉറപ്പായിട്ടും അത് എനിക്ക് വെറുതെയെങ്കിലും എഴുതാൻ എനിക്കിഷ്ടാണ്. അതായത് പേന കിട്ടിയിട്ടുണ്ടെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് എനിക്ക് ജേണൽ എഴുതാം. എഴുതാറുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ. ഗ്രാറ്റിറ്റ്യൂഡ് ചാനൽ എഴുതാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യും. ടാപ്പിംഗ് ഇപ്പല്ലാന്ന് മാത്രേ ഉള്ളൂ. പക്ഷെ എന്റെ വന്നാ ഞാന് എടുക്കും. എനിക്ക് എഴുതാൻ ഭയങ്കര ഇഷ്ടാണ്. പിന്നെ സാറ് ക്ലാസ് തന്നെ മതി മെയിനായിട്ട് നമ്മളെ തിങ്കിങ് ഇല്ലേ, അത് ചേഞ്ച് ചെയ്താൽ തന്നെ കുറേ മാറ്റങ്ങളുണ്ടാവും. ഇപ്പൊ എല്ലാരും ഇപ്പം എന്താ പറയാ, എല്ലാ സമയവും ടാപ്പിംഗ് മാത്രായിരിക്കൂല. ഉം. പക്ഷേ നമ്മളെ തോട്ട്സ് മാറുമ്പോ, പിന്നെ നമ്മളുടെ ശീലങ്ങൾ മാറുമ്പോ നമ്മളൊരു പീസ്ഫുൾ ലൈഫിലേക്ക് പോവും. അപ്പൊ അത് നമ്മൾ ഫോളോ ചെയ്യാ. മെയിനായിട്ട് സാറ് ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളില്ലേ, ഓരോ പോയിന്റ്സ് ഇല്ലേ, അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. സാറ് പേഴ്സണലി പറഞ്ഞ കാര്യങ്ങളായാലും ശരി, ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളായാലും ശരി, അതാണ് എന്നെ ചേഞ്ച് ചെയ്തത് മെയിനായിട്ട്. പിന്നെ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് മസ്റ്റായിട്ടും എന്നോട് ഷബ്‌ന മാം പറയും, "ഇപ്പൊ ഒരവസരാണ്. അതായത് എന്തെങ്കിലും ട്രോമാസ് ഉണ്ടെങ്കിൽ അത് ഹീൽ ചെയ്ത് കളയാന്. അപ്പൊ എന്താവശ്യം ഉണ്ടെങ്കിലും ഈ സമയത്ത് ഏത് സമയത്താണെങ്കിലും വിളിക്കാൻ പറയും." അപ്പൊ എനിക്ക് തോന്നുന്ന സമയത്തൊക്കെ ആ ക്ലാസ്സിന്റെ ടൈമില് ഒരു 8 ദിവസം കേൾക്കുന്നില്ല, 14 ദിവസം. കട്ടായി. ഓക്കെ, പറഞ്ഞോളൂ. ഒന്ന് 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 പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ആ. ഒന്ന് കട്ടായി പോയി അതിനിടയിൽ. ക്ലാസ്സിനെ ആ. പറ്റി പറഞ്ഞു. അതായത് ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്കൊരു 14 ദിവസം, അല്ല 30 ഡേയ്സ് ആണല്ലോ ഉണ്ടായിരുന്നത്. യാ, യാ, 30 ആ. ഡേയ്സ്. അപ്പോ അതില് നമുക്ക് മെന്റൽ സർവീസ് ഉള്ള സമയത്ത് നമുക്ക് എന്തൊക്കെ ചെറുതായിട്ടുള്ള തോട്ടായാലും ശരി, നമ്മളെ നെഗറ്റീവ് ആക്കുന്നതാണെങ്കില് അത് സമയത്ത് തന്നെ എന്താ പറയാ, ഹീൽ ചെയ്ത് കളയാം. അത് മുമ്പഴത്താണെങ്കിലും എപ്പഴത്താണെങ്കിലും മാമിനെ വിളിച്ച്ങ്ങാണ്ട് പേഴ്സണലി വിളിച്ച്ങ്ങാണ്ട് അവരോട് പറയും, "എനിക്ക് ഇന്നൊരു കാര്യണ്ട്. ഒന്ന് ഹീൽ ചെയ്ത് തരുവോ?" ചോദിച്ചിട്ട് അങ്ങനെ എന്താ പറയാ, എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ആ സമയം തന്നെ മെയിൻ ഉള്ള ട്രോമാസ് ഇല്ലേ, ഞാൻ ആലോചിച്ചപ്പോ എനിക്ക് പെട്ടെന്ന് കിട്ടുന്ന ക്യാച്ച് ചെയ്യുന്ന ട്രോമാസ് ഒക്കെ ആ സമയത്ത് തന്നെ ഞാൻ ഹീൽ ചെയ്ത് കളഞ്ഞു. ചിലപ്പോ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കണം ഒരു 1 മന്ത് കൊണ്ട് എനിക്ക് വന്നിട്ടുണ്ടാവുക എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അന്ന് ഞാനത് കുറേ കാര്യങ്ങൾ ഹീൽ ചെയ്ത് കളഞ്ഞു. അപ്പെന്താ അതൊന്നും എന്റെ മൈൻഡിൽ ഇല്ല. ഒരു മറവി നമുക്ക് സംഭവിക്കല്ലോ. അതുകൊണ്ടായിരിക്കണം ഞാനിപ്പോ വളരെ ഓക്കെ ആയി നിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ മെയിനായിട്ട് എഴുതല്. മെയിനായിട്ട് എഴുതുക. എഴുതുക, എഴുതുക. അതെ, അതെ. അപ്പൊ എഴുത്താണ് നിങ്ങളുടെ മെയിൻ പ്രാക്ടീസ്. കാരണം പലർക്കും ഈ ജേർണലിംഗ് എന്ന് പറയുന്നത് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യമാണെന്ന് വെച്ചാൽ നമ്മളുടെ നമ്മളുടെ ഉള്ളിൽ കുറേ തോട്ട്സ് വരും. ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ച് ഹാലക്കുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചലഞ്ച് എന്ന് വെച്ചാൽ എനിക്ക് അറിയാവുന്നത് ഒരുപാട് ഓവർ തിങ്കിങ്, ടു മച്ച് തിങ്കിങ് ഉണ്ടായിരുന്നു, നേരത്തെ പറഞ്ഞ പോലെ. സോ ഈ തിങ്കിങ് എന്ന് പറയുന്ന ഒരു സംഗതി ഒരുപാട് നമ്മൾ ചിന്തിക്കും. ഇതെല്ലാം കിടന്നിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ബ്രെയിനിന് ഒരുപാട് തിങ്ക് ചെയ്യുന്ന ഈ എനർജി, തിങ്കിങ് ശരിക്കും ഭയങ്കര എനർജി ആവശ്യമുള്ള സാധനം. അപ്പോൾ നമുക്ക് ഒരുപാട് തോട്ട്സ് വരുമ്പോൾ ഈ സംഗതി ബ്രെയിനിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നു, ബ്രെയിൻ ഉപയോഗിച്ചിട്ട് നമ്മൾ തിങ്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു ലെവലിലാണ്
ചിന്തകൾ കടന്നു പോകുന്നത്. അപ്പം നമ്മുടെ ബ്രെയിന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും. ഈ ബുദ്ധിമുട്ടുന്ന സമയത്ത് ബ്രെയിൻ ഒരു ഭാരമാണ്, ജോലി കൊടുക്കുകയാണ് കൂടുതലായിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ തിങ്ക് ചെയ്തിട്ടുള്ള കാര്യത്തെ നമ്മൾ വേറെ ബുക്കിലേക്ക് എഴുതുമ്പോൾ അപ്പോൾ എന്താ സംഭവിക്കും വെച്ചാൽ ഇവിടെ നിന്ന് എടുത്തിട്ട് ആ ബുക്കിലേക്ക് മാറ്റി വെച്ചു, റൈറ്റ്? സോ ഇവിടെ ഈ ഒരു ഭാഗം എന്താകും, അങ്ങ് ഫ്രീ ആവും, അങ്ങ് ക്ലിയർ ആവും. അപ്പോൾ അതൊരു മെത്തേഡാണ്. മറ്റൊരു മെത്തേഡാണ് എന്താ വെച്ചാൽ മെഡിറ്റേഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റുള്ള ഹീലിംഗ് ചെയ്യുന്നത്. ഇതെല്ലാം ഓരോ മെത്തേഡുകളാണ്. അപ്പോൾ ജേർണലിംഗ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി മോസ്റ്റ് പവർഫുൾ വേ ടു ഹീൽ. ഹീലിംഗിൽ വളരെ പ്രധാനപ്പെട്ടൊരു സ്റ്റെപ്പ്, എന്താ പറയുക, ആ ഒരു ഇതാണ് നല്ല രീതിയിലേക്ക് രഹ്ന പറയുന്നു, ഹിസ് ക്ലാസ്സസ് ആർ ഔട്ട്സ്റ്റാൻഡിങ് ആൻഡ് ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് ഇനഫ് ഫോർ ദോസ് ഹു കൻ പ്രോസസ്. വെരി ഗുഡ്, താങ്ക് യു. സോ ഈ രൂപത്തിൽ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. ടാപ്പിംഗ് എന്ന് പറയുന്ന ഒരു സംഗതി മാത്രമല്ല, ഇന്നത്തെ ലേണിംഗിൽ ഏറ്റവും ഡിഫറെൻ്റ് ആവുന്നത് അതാണ്. ഹാലയുടെ സെഷൻ ഡിഫറെൻ്റ് ആവുന്നത്, നമ്മളെല്ലാവരും നോർമലി പറഞ്ഞ കാര്യങ്ങളും അതിൽ പഠിപ്പിച്ച കാര്യങ്ങളും അതേപോലെ ഫോളോ ചെയ്യുന്നതിനെ കുറിച്ച് പറയാറുണ്ട്. അതേപോലെ ഫോളോ ചെയ്യുകയും അല്ലെങ്കിൽ തെറാപ്പി കാര്യങ്ങളൊക്കെ ഓരോ സ്റ്റെപ്സുകളും പ്രാക്ടീസ് ചെയ്യുന്നതിനെ കുറിച്ച് പറയാറുണ്ട്. ഹാല കണ്ടിന്യൂ ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഒരുപാട് പേര് ഹീലിംഗിൽ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റൈറ്റിംഗ് അല്ലെങ്കിൽ ജേർണലിംഗ് എന്ന് പറയുന്നത്. സോ ദാറ്റ് യു ഹാവ് ഡൺ, കൺഗ്രാറ്റുലേഷൻ, ആൻഡ് യു ആർ കീപ് ഡൂയിങ് ഇറ്റ്. അതിന് 3 ബുക്ക് കൊണ്ടെടുക്കുന്നു, ദാറ്റ്സ് ഫാന്റാസ്റ്റിക്. എനിക്ക് യെസ്. തോന്നുന്നു റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ബുക്കുകളെ പറ്റി അല്ലേ? സാറിന് ഇപ്രാവശ്യം ഇങ്ങനെ എടുത്തു കാട്ടിയിട്ടില്ലേനോ 3 ബുക്കുകൾ, അല്ല സാറിന്റെ കുറെ ബുക്കുകൾ. അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും ഞാൻ തന്നെ വന്ന് പറയാന്നൊക്കെ ഞാൻ കരുതിയത്, ഇറ്റ്സ് മീ റിയൽമിയിൽ എന്റെ ഒരു ചെയ്യുമെന്നൊക്കെ. പക്ഷെ അത് ഞാൻ കുറെ ടൈം, അതായത് ഞാനൊരു സക്സസ്, അതായത് ഒരു പറയത്തക്ക രീതിയിലുള്ള ഒരു സക്സസ്സിൽ എത്തിയിട്ട് എനിക്കിങ്ങനെ ബുക്കുകൾ ഇങ്ങനെ പൊക്കി കാണിക്കേണ്ടതുണ്ടായിരുന്നു. പക്ഷെ അത് കുറച്ചുകൂടെ നേരത്തെ ആയി. വെരി ഗുഡ്, വെരി ഗുഡ്. അത് ഞാൻ വളരെ ഹാപ്പിയാണ്. നിങ്ങൾ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഹീലിംഗ് ജേർണിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യും, മെത്തേഡ്സ് ഡിസ്കവർ ചെയ്യും. ഓക്കെ, കാരണം കസ്റ്റമൈസേഷൻ നടക്കും. നമുക്ക് വേണ്ടത് എന്ന് വെച്ചാൽ നമ്മളുടെ ഒരു ക്ലാരിറ്റി, ആ ക്ലാരിറ്റിയിൽ എന്ത് ചെയ്യുക, കസ്റ്റമൈസേഷൻ നമ്മൾ നടത്തുന്നുള്ള. ഓക്കെ, അപ്പോൾ ഹീലിംഗിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചോദിച്ചു, എന്താണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യമാണ് പ്രാക്ടീസ് ചെയ്യുന്നത് പറഞ്ഞു. ഇനി ഒരു കാര്യം ചോദിക്കാം, അല്ല, ജേർണലിംഗ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു മെത്തേഡുകളുണ്ട്, ഈ തോട്ട്സുകളാണ് എഴുതി വെക്കുന്നത്, വാട്ട് ആർ യു റൈറ്റിംഗ്? ആൾക്കാർക്ക് അറിയാൻ താല്പര്യം ഉണ്ടാകും, എന്താണ് എഴുതുന്നത്, തോട്ട്സ് ആണോ, ഡ്രീംസ് ആണോ, ഐഡിയാസ് ആണോ, വാട്ട് ആർ യു റൈറ്റിംഗ്? അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ആണോ, ഫോർഗിവ്നെസ് ആണോ, വാട്ട് ആർ യു റൈറ്റിംഗ് ഇൻ യുവർ ബുക്സ്? ഞാൻ പറഞ്ഞ മാതിരി ഗ്രാറ്റിറ്റ്യൂഡും ജേർണലും, എന്താ പറയാ, അഫർമേഷൻസ് ഇല്ലേ, അതും ഞാൻ എഴുതും. പിന്നെ വരുന്ന തോട്ട്സ് ചിലപ്പം നമുക്കന്നെ നമ്മളുടേതായിട്ടുള്ള കുറെ ഡെഫിനിഷൻസ് ഉണ്ടാവല്ലോ. അതായത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ടൊക്കെ അങ്ങനെ വരുന്നതും ഞാൻ എഴുതി വെക്കും. കാരണം ഭാവിയിൽ ഞാൻ വലിയൊരാളാകുമ്പോൾ എനിക്ക് എന്റേതായിട്ടുള്ള ഒരു കോട്ടൊക്കെ വേണ്ടേ, അതിന് വേണ്ടിയിട്ട്. കാരണം ഞാൻ എന്നെ ഒരു സംതിങ് ആയിട്ടാണ് ഞാനിപ്പോ എന്നെ കണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ എനിക്കറിയാം ഞാൻ എന്തെങ്കിലുമൊക്കെ അതായത് സംതിങ്ങിന് മേലെയാണെന്നുള്ളത് ഉള്ളൊരു ബോധത്തിലൊക്കെ ഞാനിപ്പോ നിക്കുന്നത്. പിന്നെ ഞാനൊരു ചാനല് കുറെ മുന്നേ തുടങ്ങിയതാണ്. ഇപ്പൊ ഞാനത് കണ്ടിന്യൂസ്‌ലി ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ കുറെ ഇഷ്ടങ്ങളുള്ള ആളാ. അതായത് ആർട്ട് ഇഷ്ടാണ്, ഫാഷൻ ഇഷ്ടാണ്. പിന്നെ ഇപ്പൊ ഞാൻ മോഡലിംഗ് പഠിച്ചതുകൊണ്ട്, 3D മോഡലിംഗ് പഠിച്ചതുകൊണ്ട് ആ രീതിയിൽ എന്തെങ്കിലും ആയാൽ കൊള്ളാം. അങ്ങനെ കുറേ ആഗ്രഹങ്ങൾ. അതിൽ ഏത് എടുക്കണമെന്ന് ഡൗട്ടുള്ള ഒരാളായിരുന്നു ഞാന്. അവസാനം ഞാന് ഈ നമ്മുടെ ഇതില്ലേ ഇക്കിഗായി, അതേപോലെ എനിക്കിഷ്ടമുള്ള ജ്വല്ലറി മേക്കിംഗ് ഒക്കെ ഇഷ്ടാണ്. അപ്പൊ ഉള്ളതൊക്കെ ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കംഫർട്ട് ആയിട്ട് നമുക്ക് കൂടുതൽ ഇഷ്ടമുള്ളതില്ലേ, അതിലേക്ക് ഞാൻ എത്തിപ്പെട്ടത് ഫാഷനാണ്. അതായത് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനും. അതാണ് ഞാൻ കൂടുതൽ, നമ്മളിപ്പോ എന്തിനെക്കുറിച്ചാണോ കൂടുതൽ സെർച്ച് ചെയ്യുന്നത്, നമ്മൾ എന്താണോ കൂടുതൽ കാണുന്നത്, അതാണ് നമുക്കിഷ്ടം. അതെ, ഇപ്പം ബോയ്സ് ആണെങ്കിൽ, ഇപ്പൊ എന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ കൂടുതലും വെഹിക്കിളിനെ കുറിച്ചിട്ടുള്ളതാണ് കാണുക. അപ്പൊ മൂപ്പര് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് അതാണ്. അപ്പൊ yeah, അതേപോലെ തന്നെ ഞാൻ എന്നിലെ ചിന്തിച്ചപ്പോ എനിക്ക് കൂടുതൽ ഇഷ്ടം ഫാഷനാണ്. പക്ഷെ ഞാനത് മനസ്സിലാക്കാന് കുറേ ഇഷ്ടങ്ങളുള്ളതുകൊണ്ട് ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഇപ്പൊ ഞാന് ഒരു ഫാഷൻ എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. പക്ഷെ അതിന്റെ ഇടക്ക് എനിക്കിഷ്ടമുള്ള ആർട്ട് ഞാൻ ചെയ്യും. അതേപോലെ തന്നെ ജ്വല്ലറീസ് ഇല്ലേ, അങ്ങനത്തെ കുറെ മുത്ത് ബീഡ്സ് ഒക്കെ വെച്ചിട്ട് അങ്ങനത്തെ എന്തെങ്കിലും സാധനം ചെയ്യും. അപ്പം ഒന്നും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ്സ് ഇല്ലാണ്ട് നമുക്കിഷ്ടമുള്ള കാര്യങ്ങള്, അത് പറഞ്ഞ മാതിരി മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത ഇഷ്ടങ്ങളില്ലേ, അതൊക്കെ ഞാൻ അങ്ങോട്ട് ഫോളോ ചെയ്ത് പോകുന്നത് കൊണ്ട് എനിക്ക് വലിയ സ്ട്രഗിൾ ഇല്ല എന്നുള്ളത് ഞാനിപ്പോ മനസ്സിലാക്കുന്നത്.
പിന്നെ സാറ് പറഞ്ഞ കുറെ കാര്യമുണ്ട്. ഇപ്പം നമ്മൾ കൂടുതൽ വേദനിക്കുന്നത് മറ്റുള്ള ഒരു വ്യക്തിനെ കൊണ്ടാണ്. മറ്റൊരു ഹൃദയം കൊണ്ടാണ് നമ്മൾ വേദനിക്കുക കൂടുതലും. അല്ലാണ്ട് ഒരു ജീവനില്ലാത്ത വസ്തുവിനെ കൊണ്ട് നമ്മൾ അത്ര വേദനിക്കുന്നില്ല. അപ്പോ എനിക്ക് പറയാനുള്ളത് എന്താച്ചാല്, സാറ് പറഞ്ഞൊരു കാര്യണ്ട്. നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതേപോലെ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ പോലും അറിയാണ്ട് സംഭവിക്കുന്നതാണ്. അതിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ ഇപ്പൊ എന്റെ കാര്യങ്ങളാണ് എനിക്ക് കുറെ മോശമായിട്ടുള്ള കുറെ വശങ്ങൾ ഉണ്ടാകാം. കാരണം എനിക്ക് നല്ലതായിരിക്കാം. പക്ഷെ അതുവരെ ഹേർട്ട് ചെയ്യുന്നില്ലാന്നുണ്ടെങ്കിൽ എനിക്കത് അതുപോലെ പോവാം. പക്ഷെ ചില ആൾക്കാർക്കൊരു ഹേർട്ടിങ് അല്ല, ഒരു ഒരു ഡിസ്കംഫേർട്ടാണ്. ചില കാര്യങ്ങൾ കാണുമ്പോൾ, ചില സംസാരങ്ങൾ കാണുമ്പോൾ നമ്മളതാണെങ്കിലും ശരി, ഒരു കംഫേർട്ട് കുറവാണ്. അപ്പൊ അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ള ഒരു വ്യക്തിയിലും ഉണ്ടാകും. നമ്മളിലും ഉണ്ടാകും. കാരണം നമ്മൾ ആരെയും പെർഫെക്റ്റ് ആയിട്ട് പടയ്ക്കാത്തതിന്റെ തന്നെ കാര്യം എന്താച്ചാല്, നമ്മൾക്ക് നമ്മളുടെ പോരായ്മകളെ മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ലോകത്ത് ആരും പെർഫെക്റ്റ് അല്ല. ഒരു മനുഷ്യനായിട്ടാണെങ്കിലും, ഒരു മൃഗമായിട്ടാണെങ്കിലും ഒന്നും തന്നെ പെർഫെക്റ്റ് ആയിട്ടില്ല. എല്ലാ രീതിയിലും ബോഡിയിലായാലും ശരി, എല്ലാ രീതിയിലും. കാരണം നമ്മളറിയുന്ന, നമ്മള് മാത്രം പേഴ്സണലി അറിയുന്ന നമുക്കൊരു കുറവുണ്ട്. അത് നമ്മള് മനസ്സിലാക്കിയിട്ട് അതേപോലൊരു കുറവ് മറ്റുള്ളവർക്കും ഉണ്ട് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കുറവ് തരുന്നതെന്നാണ് ഞാൻ കണ്ടെത്തിയ ഒരു ഡെഫിനിഷന്. അപ്പൊ അതുകൊണ്ടന്നെ സാറ് പറഞ്ഞതിലൂടെ എനിക്ക് എന്റെ ഹസ്ബൻഡിനെ ഞാൻ കൂടുതൽ അവരെന്താ ചെയ്യണ്ടാവ? അത് അങ്ങനെ ആക്കണ്ടാവ, ഇങ്ങനെ ആക്കണ്ടാവ ഫിയറ്. നഷ്ടപ്പെടുമോ എന്നുള്ള പേടി കൊണ്ടാണ് സത്യം പറഞ്ഞാല്. കാരണം അവരെ നഷ്ടപ്പെടുത്താൻ ഞാൻ ഒട്ടും ഉദ്ദേശിക്കണില്ല. അപ്പൊ ഞാൻ അങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്യും. എവിടാണ്? എങ്ങനെയാണ്? ഒരു പേടിയാണ് മൂപ്പരെന്നെ വിട്ടു പോവോന്നുള്ള. പക്ഷെ എന്നെക്കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യമാണെന്ന് ഞാന് സാറ് പറഞ്ഞപ്പോ മനസ്സിലാക്കിയപ്പോ, ഞാൻ എന്താക്കി അയിന്റെ പാട്ടിനങ്ങ് വിട്ട്. ഞാൻ അവിടേക്ക് കൂടുതൽ ചിന്തിക്കാതെയായി. അങ്ങനെ വന്നപ്പോ എനിക്കൊരു സമാധാനം. അതുകൊണ്ടൊക്കെ ആയിരിക്കണം. ഞാനിപ്പോ 1 മന്ത് ആയിട്ട് ഞാൻ എന്റെ ഹസ്ബൻഡ് തമ്മിൽ യാതൊരുവിധ പ്രശ്നവുമില്ല. അല്ലെങ്കിൽ ഞാൻ ചെറിയ കാര്യത്തിന് വരെ എനിക്ക് വഴക്കിടണല്ലോ എന്ന് കരുതിക്കാണ്ട് ഞാൻ ചിലപ്പോ പോയേനെ. കാരണം അവരുടെ അറ്റൻഷന് വേണ്ടീട്ട്. അതാണ് മെയിൻ റീസൺ. പക്ഷെ ഇപ്പൊ അതിന്റെ ആവശ്യല്ല. ഞാൻ എന്റെ കാര്യത്തില് ഞാൻ ബിസിയാണ്. പിന്നെ അവരും അവരുടേതായിട്ടുള്ളൊരു സമയം എനിക്ക് വേണ്ടി കണ്ടെത്തുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ ഒന്നും മൈൻഡിൽ ഇങ്ങനെ വെക്കണില്ല. അപ്പൊ എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അവിടെ പോണം, ഇവിടെ പോണം എന്നൊക്കെ ആണെങ്കില് ഞാനത് പറയും. മൂപ്പര് അതിനുള്ള ആൻസർ എനിക്ക് തരുകയും ചെയ്യും. ഇന്ന് പോവാം, അല്ലെ നാളെ പോവാം. പക്ഷെ ഞാൻ അഡ്ജസ്റ്റ് ആയി. ഞാൻ വളരെ ഒരു കാമില് ഇപ്പൊ നിക്കണ്. ഫുള്ളായിട്ടുള്ള ഒരു ജേർണി പറയുകയാണെങ്കില് എനിക്ക് തന്നെ ഓർമ്മയില്ല. പക്ഷെ ഞാന് ഇന്നലെ മാം വിളിച്ചപ്പോഴാണ് സത്യം പറഞ്ഞാല്, ഞാനിപ്പോ വളരെ ഓക്കെ ആണല്ലേ എന്നുള്ളൊരു ചിന്ത എനിക്കെന്നെ വന്നത്. ഞാനിത് പറയാൻ ആപ്റ്റ് ആയിട്ടുള്ള ഒരാളാണെന്നുള്ളൊരു ചിന്ത എനിക്ക് വന്ന്. അതാണ്. വെരി അപ്പൊ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എന്താ വെച്ചാൽ ആഴത്തിൽ ഡീപ്പായിട്ട് ചിന്തിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ പല കാര്യങ്ങളെ കുറിച്ചും വ്യക്തമായിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ ഇവിടെ ശ്രദ്ധിച്ചൊരു കാര്യമാണ് ഹാലയ്ക്ക് ഹാലയുടേതായിട്ടുള്ള ഒരു ഡിഫൈൻഡ് മനസ്സിലാക്കിയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതാണ് ഇന്ന് സെഷനിൽ ഒരുപാട് കാര്യങ്ങൾ നല്ല നല്ല അറിവുകൾ ഞങ്ങൾക്കും പുതിയത് പഠിക്കാൻ പറ്റി. എങ്ങനെയാണ് ഇപ്പൊ മറ്റേ ഒരു നമ്മൾ എന്തുകൊണ്ട് ഇംപെർഫെക്റ്റ് ആയി എന്ന് പറയുന്ന തോട്ട്, ദാറ്റ്സ് എ വെരി ഡീപ്പ് തോട്ട് ആക്ച്വലി. അപ്പൊ അത്തരത്തിലുള്ള തോട്ട്സുകളിലേക്കും നല്ല ചിന്തകളൊക്കെ ഉള്ളിൽ നിന്ന് വരാൻ തുടങ്ങി. നല്ല ചിന്തകൾ വരാൻ തുടങ്ങി. ഓക്കെ, വേണ്ടാത്ത ചിന്തകളൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് നല്ല ചിന്തകൾ, ആഴത്തിലുള്ള നല്ല ചിന്തകൾ, ലോകത്തെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു മൈൻഡ് ഓപ്പൺ ആണ്. ഈ ഹീലിംഗിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. നമ്മുടെ തോട്ട് പ്രോസസ്സ് കംപ്ലീറ്റ്ലി ഷിഫ്റ്റ് ആവുന്നുള്ളതാണ്. നമ്മൾ ചിന്തിക്കുന്ന രീതി, നമ്മൾ എത്ര കണ്ട് ഡെപ്തിൽ ഹീൽ ആവുന്നോ അതിനനുസരിച്ച് ലോകത്ത് നമുക്ക് ജീവിക്കാനുള്ള നല്ല നല്ല സത്യങ്ങൾ, നല്ല നല്ല ബോധങ്ങൾ, അതാണ് ഇതിനെ പറയുന്ന പേരാണ് വിസ്ഡം. ഡൗൺലോഡിങ് ദ വിസ്ഡം ഫ്രം ദ യൂണിവേഴ്സ്. അപ്പോൾ അത് നമ്മൾ ഹീൽ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് വരുന്ന കുറെ കാര്യങ്ങളാണ്. ഇൻസൈറ്റ്സുകൾ കിട്ടാൻ തുടങ്ങും, നല്ല വിസ്ഡം കിട്ടാൻ തുടങ്ങും, നല്ല അറിവുകൾ കിട്ടാൻ തുടങ്ങും. പല യു ആർ ഗെറ്റിംഗ് ലോട്ട് ഓഫ് വിസ്ഡം. ഇതിനു മുൻപ് കുറെ നെഗറ്റീവ് ആയിട്ടുള്ള വറി ആവുന്ന, കൺസേൺഡ് ആവുന്ന തോട്ട്സുകളും ഇൻസെക്യൂരിറ്റി തോട്ട്സുകളൊക്കെ ഉണ്ടായിരുന്ന അത്തരത്തിലുള്ള തോട്ട്സുകളിൽ നിന്ന് മാറി ചിന്തകൾ കുറഞ്ഞ് സമാധാനത്തിലേക്ക് എത്തി ഹീലിംഗ് ചെയ്തപ്പോൾ, ട്രോമാസ് എല്ലാം ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്ത് വന്നപ്പോൾ നല്ല ചിന്തകൾ വരുന്നു, നല്ല ഇൻസൈറ്റുകൾ വരുന്നു, ഇൻഡപ്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, കൂടുതൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നു, സ്വന്തമായിട്ടുള്ള ഒറിജിനൽ തോട്ട്സ് വരാൻ തുടങ്ങി. വെരി ഗുഡ്, ഐ എം റിയലി പ്രൗഡ് ഓഫ് യു. പിന്നെ അത് മാത്രമല്ല ഒരു ക്ലാരിറ്റി വന്നു. ദാറ്റ് മീൻസ് ലൈക്ക് ഒരുപാട് ഇഷ്ടങ്ങളുണ്ടായിരുന്നു. ആ ഇഷ്ടങ്ങളിൽ നിന്ന് ആർട്ട് ഉണ്ട്. എനിക്കറിയാം, നന്നായിട്ട് അറിയാം. കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പം ആർട്ടുണ്ട്, അല്ലെങ്കിൽ പല സംഗതികളുണ്ട്. പക്ഷെ അതിലും അടുത്തൊരു കാര്യമാണ് നേരത്തെ പറഞ്ഞൊരു ലേണിങ്. നമ്മൾ എന്താണോ തിരയുന്നത് അതാണ് നമുക്ക് ഇഷ്ടമുള്ളത്, അല്ലെങ്കിൽ നമ്മൾ എന്താണോ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ എന്താണോ കൂടുതൽ കാണുന്നത് അതാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അത് ശരിക്കും ഒരു നല്ലൊരു കാര്യം. കാരണം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്, നമ്മളിൽ അധികം പല ആൾക്കാർക്കും എന്താ വെച്ചാൽ ലക്ഷ്യമുണ്ടാവില്ല. ഈ ലക്ഷ്യമില്ലാത്ത ആൾക്കാർക്ക് ലക്ഷ്യത്തിലേക്ക് എത്താനോ അതിൽ ക്ലാരിറ്റി വരുത്താനും ലക്ഷ്യം സെറ്റ് ചെയ്യാനൊക്കെ എപ്പോഴും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ എന്ത് കാണുമ്പോഴാണ് എക്സൈറ്റഡ് ആവുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് Yes. കാണുമ്പോഴല്ലേ, ഇപ്പം ഒരു ബുക്ക് കാണുമ്പോൾ ഇത് അടിപൊളി ബുക്കാണല്ലോ, ഇങ്ങനെ ഒരു ബുക്ക് എഴുതാൻ കഴിഞ്ഞെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബുക്ക് വായിക്കുമ്പോൾ ഇതുപോലൊരു ബുക്ക് എഴുതാൻ കഴിഞ്ഞത്. ഇപ്പൊ ആൽക്കമിസ്റ്റ് വായിച്ച സമയത്ത് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ് ഇതുപോലൊരു ബുക്ക് എഴുതാൻ കഴിഞ്ഞിരുന്നു. ഓക്കെ. Yes. അല്ലെങ്കിൽ സത്യം. അതേപോലൊരു സംഗതിയാണ് ബ്രയൻ ട്രേസിയുടെ ബുക്ക് കണ്ടപ്പോൾ, അല്ലെങ്കിൽ റോബിൻ ശർമ്മയുടെ ബുക്ക് കണ്ടപ്പോൾ ഇത് അങ്ങനെയാണ് ഞാൻ 2018 ഞാനൊരു ബുക്ക് എഴുതുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുകയും അങ്ങനെ ബുക്ക് എഴുതുകയും രണ്ടാമത്തെ ഒരു ബുക്ക് എഴുതി പൂർത്തിയാക്കി വെച്ചിട്ടുണ്ട്, ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. അടുത്ത ബുക്കും ഇതേപോലെ ഐഡിയയിലുണ്ട്. അപ്പം ശരിക്ക് നമ്മൾക്ക് ഇൻസ്പയർഡ് ആവാൻ ഇത്തരത്തിലുള്ള സംഗതികൾ വളരെയധികം ഉപകാരപ്പെടും. എല്ലാവർക്കും വേണ്ടിയിട്ട് പറയാൻ പറഞ്ഞ ഒരു ടെക്നിക്ക്, അതായത് വാട്ട് യു ആർ ലുക്കിംഗ് ഫോർ, വാട്ട് ആർ യു റണ്ണിങ് ബിഹൈൻഡ്, അല്ലെങ്കിൽ എന്താണ് നിങ്ങളെ എക്സൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആളെ സംബന്ധിച്ചിടത്തോളം ആൾ ഇൻസ്റ്റഗ്രാമിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് ഫാഷൻ വീഡിയോസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫോട്ടോസ് സംഗതികളാണ്. Yeah. അതിൽ തന്നെ ഫാഷനാണ്. പിന്നെ പറഞ്ഞു ചില ജ്വല്ലറീസ്, ഈ ജ്വല്ലറിയും ഫാഷന്റെ ഭാഗമാണ്. ജ്വല്ലറീസ് മേക്ക് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് ഓൾസോ പാർട്ട് ഓഫ് ദ പ്രോസസ്. ആൻഡ് ദെൻ ആർട്ട്, ഇതിലേക്ക് ഫാഷനിലേക്ക് ആർട്ടിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു ഫാഷൻ ഡിസൈനറുടെ ഏറ്റവും നല്ല Yes. സ്കിൽ എന്ന് പറയുന്നത്. സോ അതെ, നമ്മൾ എന്തുകൊണ്ട് ഇംപെർഫെക്റ്റ് ആണ് എന്നുള്ളത് ഇവിടെ പറഞ്ഞു. വെരി ഗുഡ്. സോ ഇനി മറ്റൊരു കാര്യമുള്ളത് എന്താ വെച്ചാൽ, അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, ഉം. എങ്ങനെ ഉണ്ടായിരുന്നു മെന്ററിങ് സർവീസ്, മെന്ററിങ് സപ്പോർട്ട്, ശബര മാമിന്റെ ഒക്കെ മെന്ററിങ് ആ, സപ്പോർട്ട്, ടീമിന്റെ സപ്പോർട്ട് എങ്ങനെയുണ്ട്? നിങ്ങൾ ഹാപ്പിയാണോ? What was your ഉറപ്പായിട്ടും ഞാൻ വളരെ ഹാപ്പിയാണ്. മെന്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം, എനിക്ക് വളരെ നല്ലൊരു മെന്ററാണ് കിട്ടിയത്. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം എന്റെ കാര്യത്തിൽ എന്നേക്കാൾ കൂടുതൽ ആത്മാർത്ഥത സത്യം പറഞ്ഞാൽ എന്റെ മെന്റർ ഷബ്ന മാമിനായിരിക്കും. ഇങ്ങനെ കൂടുതൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് എന്റെ ഉള്ളിലേക്ക് ആഴത്തിൽ ആഴത്തിൽ ഇറക്കിയത് ശരിക്കും പറഞ്ഞാല് മാമാണ്. അതായത് ചില കാര്യങ്ങൾ ഞാൻ സ്റ്റക്കായി നിൽക്കുമ്പോൾ, അതായത് എനിക്കറിയാം ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടെന്ന്. അപ്പം മാം പറയും, ഈ ഒരു രീതിയിലാണോ അല്ലെങ്കിൽ ഇന്ന രീതിയിലാണോ, ഇങ്ങനെ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു വെച്ച് എന്റെ ഉള്ളിലുള്ളതിനെ ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ശ്രമിച്ച്, അതിലൂടെയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് കുറേ ട്രോമാസ് ഇതിന്റെ ഉള്ളിൽ ഉണ്ടല്ലേ എന്നുള്ളൊരു ചിന്ത ഒക്കെ വന്നത്. അപ്പോൾ എത്ര പറഞ്ഞാലും മതിയാവില്ല അവരെ സപ്പോർട്ട് എന്ന് പറയുന്നത്. സാറായാലും ശരി, ആരായാലും ശരി. ഉം, ഞാൻ ഇവിടെ എത്തിപ്പെട്ടത് ഞാനൊരു പ്രാവശ്യം സാറിനോട് പറഞ്ഞിട്ടില്ലേ, അതായത് ഞാൻ നന്നാവണം എന്നുള്ളത്, ഞാൻ എന്നേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്നെ സൃഷ്ടിച്ച ആളായിരിക്കണം, അതായത് ദൈവമായിരിക്കണം. കാരണം ഇതൊന്നും ഞാൻ പ്ലാൻ ചെയ്തതല്ല. ഈ സാറിന്റെ അടുത്തേക്ക് വരണം എന്നുള്ളതും കണ്ട ഉടനെ തന്നെ ഞാൻ വന്നതാണ്. ഞാൻ പറഞ്ഞു, ഞാൻ കൂടുതലായിട്ട് ആ സമയത്ത് ഞാൻ കൂടുതലായിട്ട് ചിന്തിക്കുക, കാരണം ഇത് സേഫ് ആണോ, ഇയാള് നല്ലതാണോ, ഇയാള് മോശമാണോ, അതായത് ഒരു വ്യക്തിയെ കുറിച്ചിട്ട് ഞാൻ കൂടുതൽ പഠിച്ചതിന് ശേഷമാണ് അയാളെ കേൾക്കാൻ ഞാൻ പോകാറുള്ളൂ. കാരണം അയാൾ ഇങ്ങനെയാണെന്ന് അറിഞ്ഞെങ്കിലല്ലേ നമുക്ക് എത്രത്തോളം മാറ്റം വരാൻ പറ്റുള്ളൂ എന്ന് നമുക്കൊരു വിലയിരുത്താൻ പറ്റുള്ളൂ. പക്ഷെ സാറിനെ കണ്ടപ്പോൾ തന്നെ ഞാൻ കൂടുതലൊന്നും ചിന്തിക്കാൻ നിന്നില്ല. ഞാൻ വേഗം ആ ഒരു പ്രോഗ്രാമിലേക്ക് വരികയാണ് ചെയ്തത്. അത് പക്ഷേ ചിലപ്പോ എന്നെ ദൈവം അങ്ങോട്ട് തള്ളി വിട്ടതായിരിക്കണം. കാരണം ഞാൻ അങ്ങനെ ചിന്തിക്കാതെ ഞാൻ വന്നു. എനിക്കത് എഫക്റ്റ് ഉണ്ടായി. എനിക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടായി. ഇപ്പൊ ദാ കണ്ടില്ലേ, ഇപ്പൊ തന്നെ ഞാൻ വളരെ ഓക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ ഒരാളുണ്ടെന്നുള്ളത് കൊണ്ട് കൂടാണ്. ആരെങ്കിലും ഇവിടെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടെങ്കില് ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പം ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരാള്, ഞാൻ അതും എന്റെ ഡെഫിനിഷൻ ആട്ടോ, അത് ശരിയാണോന്നും ഞാൻ പറയണില്ല. ഇപ്പം നമ്മൾ നല്ലത് ചെയ്താലും ഇപ്പൊ നല്ല കാര്യങ്ങൾ ചെയ്താലും, ചീത്തതായാലും നമ്മൾ പുറത്ത് കാണിക്കില്ലല്ലോ. നല്ലത് ചെയ്തിട്ടുണ്ടെങ്കില് ദൈവമില്ലാന്ന് വിശ്വസിക്കുന്ന ഒരാൾ ചിലപ്പോ എക്സ്പ്രസ് ചെയ്യേണ്ടി വരും. ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. കാരണം മറ്റുള്ളവരെ അറിയണില്ലല്ലോ. പക്ഷെ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാള്, അല്ലെങ്കിൽ ഒരു ശക്തിയിൽ വിശ്വസിക്കുന്ന ഒരാള്, ഞാൻ ചെയ്തു, ഞാനൊരു നല്ല കാര്യം ചെയ്തു, അതിനുള്ളത് അവൻ എപ്പോഴെങ്കിലും തരും എന്നുള്ള ഒരു വിശ്വാസത്തിൽ നമുക്ക് പോകാൻ പറ്റും. അത് നമുക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം വരുന്നില്ല. ഒരു ടൈം വരുമ്പോ അങ്ങോട്ടേക്ക് എത്തിക്കും. നമ്മൾ പ്രവൃത്തി ചെയ്താല്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ തിങ്ക് ചെയ്യും വേണ്ട. അതായത് ഇതിപ്പോ എന്താ പറയാ, ഞാനിപ്പോ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് ഇനിയിപ്പോ ആരെങ്കിലും അറിയോ ഇല്ലേ, നമുക്കൊരു ആഗ്രഹം ഉണ്ടാവില്ലേ നമ്മളിങ്ങനെ ചെയ്തു എന്നുള്ളത് അറിയിക്കാന്. പക്ഷെ
എല്ലാത്തിലും നമ്മൾ മൈൻഡ് ഔട്ട് ആക്കും. ഞാൻ ചെയ്തു അവിടെ വിട്ട്. ഏത് കാര്യം ഇപ്പൊ Yeah. തിന്മയാണെങ്കിലും ശരി. അതുപോലെ തന്നെ ഞാൻ കുറേ തെറ്റുകൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ ഈ ഇസ്ലാമില് പറയുന്നൊരു കാര്യണ്ട്. നമ്മളുടെ രഹസ്യങ്ങൾ അതായത് നമ്മുടെ തെറ്റുകള് ദൈവം മറച്ചു വെക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ ഇപ്പഴും എന്ത് പറയുന്നത് വളരെ കേമന്മാരും കേമികളായിട്ടൊക്കെ നിക്കണത്. കാരണം നമ്മളെ തെറ്റുകൾ നമുക്ക് മാത്രേ അറിയുള്ളൂ. അപ്പൊ ആ ഒരു അനുഗ്രഹം കൂടെ നമുക്ക് ദൈവം ശരിക്കും തന്നിട്ടുണ്ട്. കാരണം എത്ര ആൾക്കാരുണ്ട് കള്ളങ്ങള് അതായത് മറച്ച് വെക്കാൻ നോക്കിയിട്ടും പിടിക്കപ്പെടുന്ന ആൾക്കാര്. അപ്പൊ അതുകൊണ്ട് ചില തെറ്റുകൾ അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ലാന്നുണ്ടെങ്കില് ദൈവം അവിടെ കിടന്നിട്ട് എന്താ പറയാ ഇത് ആരും അറിയരുത് എന്നുള്ള രീതിയിൽ ഒരു പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് ചെയ്ത തെറ്റുകള് തിരുത്തിയിട്ട് അത് ആവർത്തിക്കാതിരിക്കാന്നാണ് തിരുത്തുക എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഒരിക്കലും പാസ്റ്റിലേക്ക് പോകാൻ പറ്റൂലാല്ലോ. ആവർത്തിക്കാതെ മുന്നോട്ട് പോവുക. അപ്പൊ നമുക്കൊരു നല്ലൊരു സമാധാനം ഉണ്ടാവും. വെരി ഗുഡ്, വെരി ഗുഡ്. അടിപൊളിയാണ്. കമന്റ്സിൽ ഭയങ്കര രസകരമായിട്ടുള്ള ഹാലയുടെ സെഷനെ പറ്റി കമന്റ്സ് ഉണ്ട്. സാറെ അങ്ങോട്ട് പഠിപ്പിക്കുന്ന മാമായി പോയി. വെരി ഗുഡ്, ഫെന്റാസ്റ്റിക്. അടിപൊളി. സോ താങ്ക് യു എവരി വൺ ഫോർ സപ്പോർട്ടിങ് ഹാല. കാരണം ഇത് നമുക്കൊരു അവസരമാണ് അല്ലേ? Yes. നമ്മുടെ ഗസ്റ്റ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യണം. ഹാല വൺ ഡേ ഒരു മോർണിംഗ് സെഷനിൽ എന്ത് ചെയ്യണം, ഹാല വരണം, ഇത്തരത്തിലുള്ള പല ടോപ്പിക്കുകളെ കുറിച്ചിട്ട് എന്ത് ചെയ്യാം, സെഷൻ എടുക്കാം അല്ലേ? എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഹാലയുടെ ഒരു ഇതേപോലുള്ള ഒരുപാട് ഡീപ്പ് ചിന്തകൾ ഷെയർ ചെയ്യുന്ന ഒരു സെഷൻ കൊള്ളാം എന്നുള്ളത്. ഓക്കെ, കാരണം പല ആൾക്കാർക്കും എന്താ വെച്ചാല് അല്ലെ, യെസ് യെസ് എന്ന് പറഞ്ഞ കമന്റ് വരുന്നുണ്ട്. വെരി ഗുഡ്. സോ ഹാല ഈസ് എ വെരി ഡീപ്പ് തിങ്കറാണ്. അപ്പൊ ആ ഡീപ്പ് തിങ്കിങ് ഒരുപാട് കണ്ടോ, മീ ഒരുപാട് പേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. ഹാല വെരി ഗുഡ്. സോ Oh, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് thank you. യൂട്യൂബിൽ വീഡിയോസ് ചെയ്യണം ഇത്തരത്തിലുള്ള കോണ്ടന്റുകളൊക്കെ. ഓക്കെ, ഇത്തരത്തിലുള്ള കോണ്ടന്റുകളൊക്കെ ഇപ്പൊ ഹാല എപ്പോഴും എന്നോട് പറയാറുണ്ട്, അശ്ശോ! ഇതാരാണ്? ഇങ്ങനത്തെ വീഡിയോസ് ചെയ്തുകൂടെ, എന്താ പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹാല എന്നോട് പറയാറുണ്ട്. അപ്പം അത്തരത്തിലുള്ള സെക്ഷൻ അതേപോലെ ഹാല എന്ത് ചെയ്യണം, ഹാലക്കും ഒരു അവസരമാണ്. Yes. മേക്ക് ലോട്ട് ഓഫ് വീഡിയോസ് എന്ത് ചെയ്തേപോലെ ഹാല ഫാൻസ് അസോസിയേഷൻ ഒക്കെ പറയുന്നുണ്ട്. അടിപൊളി, വെരി ഗുഡ്. ഓക്കെ, Sure. ഇനി ഒരു കാര്യം കൂടെ പറയാനുള്ളത് എന്താ വെച്ചാല്, നമ്മളുടെ മെന്ററിംഗ് സെഷനിൽ നല്ല രീതിയിലുള്ള സപ്പോർട്ട് കിട്ടി. ഓൾറെഡി കോഴ്സ് ചെയ്യാൻ ആഗ്രഹിച്ച് നിൽക്കുന്നവരുണ്ടാവും. ഓക്കെ, പക്ഷെ അവർക്ക് പല ഡൗട്ട്സുകൾ ഉണ്ടാവും, പല ഫിയർ ഉണ്ടാവും. അവരോട് എന്താണ് പറയാനുള്ളത്? ഓക്കെ, എന്താണ് ജസ്റ്റ് പറയാനുള്ളത്? ഹാലയ്ക്ക് എന്താ പറയാനുള്ളത്? കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു, പക്ഷെ സംശയിച്ച് നിൽക്കുകയാണ്. ഇനി ഞാൻ ചെയ്യണോ, എനിക്ക് ഉപകാരപ്പെടുമോ, ലൈഫ് ചേഞ്ച് ആകുമോ, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവും. കാരണം നമുക്ക് അടുത്ത മീറ്റപ്പ് വരുന്നുണ്ട്, അത് Okay. 24-ാം തീയതി നെക്സ്റ്റ് വീക്കിൽ മീറ്റപ്പ് വരുന്നുണ്ട്. അതിലാണ് ഹാൽ അത്തരത്തിലുള്ള മീറ്റപ്പിലാണ് ഫസ്റ്റ് വരുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ പ്രോഗ്രാം, നമ്മുടെ ലൈഫ് മാസ്റ്ററി പ്രോഗ്രാം ഉണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ അഡ്വാൻസ് പ്രോഗ്രാമും അടുത്ത പ്രാവശ്യം വരുന്നുണ്ട്, അടുത്ത മാസം വരുന്നുണ്ട്. അത്തരത്തിലൊക്കെ പ്രോഗ്രാമിൽ ശരിക്കും വന്നു കഴിഞ്ഞാൽ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആകുമോ, ആക്ച്വലി ഈസ് ഇറ്റ് വർത്ത്? അവരോട് സംശയിച്ച് നിൽക്കുന്ന ആൾക്കാരോട് എന്താണ് ആലേക്ക് പറയാൻ? ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ കമന്റ് വായിച്ചതിൽ ഞാൻ വളരെ ഹാപ്പിയാണെന്ന് ഞാൻ പറയട്ടെ ട്ടോ. ഞാനൊരു സംഭവമാണെന്നുള്ളത് ഞാൻ ചിന്തിച്ചത് പോലെയുണ്ട്. നിങ്ങളത് അക്സെപ്റ്റും കൂടി ചെയ്യുമ്പോ ഞാൻ വളരെ ഹാപ്പിയാണ്. ഓക്കെ, ഞാൻ വെരി ഗുഡ്. വളരെ ഹാപ്പിയാണ്. ഞാൻ ഇന്നത്തെ സെക്ഷനിൽ വന്നത് നന്നായി. അല്ലെങ്കിൽ ഇതൊക്കെ മിസ്സായി പോലേനു. യാ, വെരി താങ്ക് യു സോ മച്ച്. പിന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യാന് നിങ്ങള് ഇപ്പം എന്താ പറയാ, നമുക്കൊരു വിശ്വാസം വേണം ഫസ്റ്റ് ഓഫ് ഓൾ. ഞാനിപ്പോ സാറിൽ വിശ്വസിച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. പിന്നെ സാറിൽ വിശ്വസിച്ച് വന്ന ശേഷം എനിക്ക് ഈ കോഴ്സിൽ വിശ്വാസം വന്ന്. അതേപോലെ തന്നെ നമ്മള് മാറണം നമുക്ക് അതിയായ ആഗ്രഹം ഇണ്ടെന്നുണ്ടെങ്കില് ഉറപ്പായിട്ടും നമ്മള് മാറാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. ഇപ്പൊ ഇതില് കാണുന്ന ആൾക്കാര് ഇതില് ജോയിൻ ചെയ്യാത്ത ആൾക്കാരാണെങ്കില് നിങ്ങൾക്ക് മാറണം, നിങ്ങൾക്ക് നിങ്ങളെ മാറ്റണം എന്നുള്ളത് നിങ്ങൾക്ക് 100% നീഡാണ്. അതായത് ഇന്നെ മാറ്റാതെ ഇനി പറ്റൂലാന്നാണ് നിങ്ങൾക്ക്ന്നുണ്ടെങ്കില് നിങ്ങൾ ഈ കോഴ്സില് 100% നിങ്ങൾ ജോയിൻ ചെയ്തോ ഞാൻ പറയാണ്. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. കാരണം നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ടും എടുക്കും. അതായത് ഇപ്പം പ്രാക്ടീസസ് ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെ മാറ്റണം എന്നുള്ളത് നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കില് നിങ്ങൾ അതില് ചേഞ്ച് ആകും. നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ടും കിട്ടും. അതല്ലാതെ എനിക്ക് മാറണം പക്ഷേ എന്നുള്ളൊരു ഇതില് നിക്കാണെങ്കില് നിങ്ങളിപ്പം ഇപ്പൊ ഏതിന് പോയിട്ടും നിങ്ങള് മാറാൻ പോകുന്നില്ല. എന്നെ സംബന്ധിച്ച് എനിക്കത് മാറിയേ പറ്റുള്ളൂന്നേനു. എനിക്ക് എങ്ങനായാലും എന്ത് ചെയ്തിട്ടാണ് എനിക്ക് മാറണം. അതിനുവേണ്ടി ഞാൻ എഫേർട്ട് എടുക്കണം. കാരണം സമാധാനത്തില് പോവാൻ ആരാ ആഗ്രഹിക്കാത്തത്? അതല്ലേ നമുക്ക് വേണ്ടത്. അപ്പൊ ആ ഒരു രീതിയില് ഞാൻ 100% എഫേർട്ട് ഇട്ടിട്ടാണ് ഞാൻ കോഴ്സിലേക്ക് വന്നതും അതിനുശേഷമുള്ള ഫോളോ അപ്പ് ചെയ്ത കാര്യങ്ങളൊക്കെ. എന്നാലും ഇടക്ക് നിന്ന് പോയാലും
ഞാനൊരു എൻ്റെ മൈൻഡിനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ ഇപ്പൊ പറ്റി. അതാണ് മെയിനായിട്ട്. അപ്പം ഇപ്പൊ അഡ്വാൻസില് അഡ്വാൻസില് പങ്കെടുത്തിട്ടുള്ള കുറെ ആൾക്കാരുടെ ഫീഡ്ബാക്സ് ഞാൻ കേട്ടിട്ടുണ്ട്. അവർക്കത് റിസൾട്ട് കിട്ടിയത് കൊണ്ട് തന്നെയാണല്ലോ അവരത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് ഇപ്പഴ് ചെലപ്പോ പൈസന്റെ കാര്യം ആലോചിച്ചിട്ടായിരിക്കണം കുറെ ആൾക്കാർ ഇപ്പോഴും നിക്കാത്തത്. കാരണം ആരോടാ ചോദിക്കുക? പലരുടെയും സിറ്റുവേഷൻസ് വേറെ ആയിരിക്കുമല്ലോ. അപ്പം ഹസ്ബൻഡ് ചെലപ്പോ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ടാവാം. വേറെ രീതിയില് ഒരു പൈസയും കിട്ടാത്ത ആൾക്കാരുണ്ടാവാം. അപ്പൊ എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ കടം ചോദിച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് കോഴ്സിന് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പൊ ആ ക്യാഷ് എടുക്കാൻ ഞാൻ ഹസ്ബൻഡിനോട് ചോദിക്കാന് ഞാൻ അങ്ങനെയുള്ളൊരു ടൈപ്പ് ആളല്ല. അത് എനിക്ക് ഇപ്പൊ കുറച്ച് ഇതാണ്. ഞാൻ ഭയങ്കര എന്താ പറയാ ഹസ്ബൻഡിനോടൊന്നും ചോദിക്കരുത്. കാരണം അത് പൈസ പോയെന്ന് പിന്നെ ഓർക്ക് തോന്നുകയും ചെയ്യരുത്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്താക്കി എന്റെ റിസ്കില് എന്താ പറയാ ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തുനിന്ന് കടം വാങ്ങിയെടുത്തപ്പോ എനിക്കെന്നെ തോന്നി അത് ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തുനിന്ന് ഞാൻ കടം വാങ്ങിയെടുത്തതാണ്. ഇതുവരെയ്ക്ക് ഞാൻ തിരിച്ചു കൊടുക്കണം. ഹസ്ബൻഡിനാണെങ്കിൽ ചെലപ്പോ ഞാൻ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. മൂപ്പര് ചെലപ്പോ എന്തെങ്കിലുമൊക്കെ തള്ളി പറഞ്ഞാ സാരല്ല പോട്ടെ അങ്ങനെ വിട്ടേക്കാം. അപ്പൊ ഇത് ഞാൻ തിരിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പൊ ഇതിന് എനിക്ക് 100% എനിക്ക് എന്ത് വേണം? റിസൾട്ട് എനിക്ക് വേണം. അല്ലെങ്കിൽ പൈസ വെറുതെ പോവില്ലേ? അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ റിസ്കസ് ഞാൻ എടുത്തിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. എനിക്കതിനുള്ള റിസൾട്ടും കിട്ടി. ഒറ്റ കാര്യം പറയാനുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളെ മാറ്റണംന്ന് നിങ്ങൾക്ക് വളരെ നിർബന്ധം ഉണ്ടെന്നുണ്ടെങ്കില്, മാറ്റിയേ പറ്റുള്ളൂ എന്നാണെങ്കില് നിങ്ങൾക്ക് ഈ കോഴ്സിൽ വരാം. നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ടും കിട്ടും. അല്ലാത്ത ആൾക്കാർക്ക് റിസൾട്ടും കിട്ടൂല. അപ്പം ഇപ്പം കോഴ്സ് ഇറങ്ങിയ കുറെ ആൾക്കാരില്ലേ? അപ്പൊ അവരുടെ തന്നെ കാര്യങ്ങൾ എടുത്താൽ മതിയാവും. അവർക്ക് റിസൾട്ട് കിട്ടിയ ആൾക്കാരുണ്ടാവും, കിട്ടാത്ത ആൾക്കാരുണ്ടാവും. അപ്പൊ നമ്മൾ എങ്ങനെ അതിനെ എടുക്കുന്നു എന്നുള്ള രീതിയിലാണ് എല്ലാ കാര്യവും. അപ്പം ഇതില് ജോയിൻ ചെയ്യണോന്ന് ഞാൻ പറയില്ല, ചെയ്യണ്ടാന്നും പറയില്ല. നിങ്ങക്ക് വേണംന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും. അത്രേ ഉള്ളൂ. ഓക്കെ. ഉള്ളത് പോലെ. വെരി ഗുഡ്. താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ് ദാറ്റ്. ബിക്കോസ് പല ആൾക്കാർ അതിൽ തന്നെ ഒരു ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ പല ആൾക്കാരും ഫൈനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതൊരു അടിപൊളി ഒരു പോയിന്റ് പറയാൻ പോണം. എല്ലാവരും ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. ഉം. അതായത് നമുക്ക് അധികം ആൾക്കാർക്കുള്ളൊരു സംഗതിയുണ്ട്. ഈ പണമില്ല അല്ലെങ്കിൽ സമ്പത്തില്ല എന്നുള്ള, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പൈസ ഇല്ല എന്ന് വിചാരിക്കും. നിങ്ങളുടെ അടുത്ത് പൈസ വേണ്ട. ആക്ച്വലി ഒരു കാര്യം നമുക്ക് സാധിക്കാൻ നമ്മുടെ അടുത്ത് പൈസ വേണ്ട. അതെങ്ങനെ ശരിയാവുക? അപ്പൊ അവിടെയാണ് നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. ഈ ലോകം അബണ്ടന്റ് ആണ്. നമുക്ക് വേണ്ട പൈസ എവിടെയുണ്ട്? നമ്മുടെ കയ്യിലില്ലാന്നേ ഉള്ളൂ, വേറെ അതെ. ആളുടെ കയ്യിലുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓക്കെ, ആ ഇപ്പൊ ഒരാളോട് ചിലപ്പോൾ ചോദിക്കേ വേണ്ടിയുള്ളൂ. യൂണിവേഴ്സിനോട് ചോദിക്കുന്ന പോലെ തന്നെയാണ്. കാരണം ഈ പറഞ്ഞ വേറൊരു വ്യക്തിയും യൂണിവേഴ്സാണ്. ആ വ്യക്തിയോടാണ് ചോദിക്കുന്നത്, യൂണിവേഴ്സിനോടാണ് ചോദിക്കുന്നത്. എനിക്കൊരു കുറച്ച് എന്താ പറയുക ക്യാഷ് വന്നിട്ടൊന്ന് സഹായിക്കും, എനിക്കൊരു അത്യാവശ്യമായിട്ട് ഇങ്ങനെ ഒരു സംഗതി നടത്താനുണ്ടായിരുന്നു. അയാൾ തരുന്നു. ആ തരുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു? വാങ്ങിച്ചിട്ട് നമ്മുടെ ആവശ്യം നടത്തുന്നു. അപ്പോൾ നമ്മുടെ ഈ കോഴ്സിലേക്കും സംഗതിയിലേക്ക് വരുമ്പോൾ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് നമ്മളുടെ ഒരുപാട് ലിമിറ്റേഷൻസ് ബ്രേക്ക് ചെയ്യാനും, ഒരുപാട് ട്രോമാസ് ഹീൽ ചെയ്യാനും, ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മറികടക്കാനും. കാരണം ഞാൻ ഇങ്ങനെ തന്നെയാണ് കോഴ്സ് ചെയ്തത്. അങ്ങനെ നമുക്കൊരു ഐഡിയ കത്തുന്നതോട് കൂടിയിട്ട് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് എന്ത് ചെയ്യാണ്? അതുവരെ ഉണ്ടായിരുന്ന പണം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പണത്തിന്റെ സാമ്പത്തികമായിട്ട് എല്ലാ കാര്യങ്ങളും ബ്രേക്കായിട്ട് നേരെ എന്ത് ചെയ്യാണ്? ഓക്കെ ഫൈൻ, ഒരു ഐഡിയ കിട്ടും. ഇനി ആ പൈസ എങ്ങനെ തിരിച്ചടക്കും? അതിനുള്ള ഐഡിയ വരെ കിട്ടും. അതിനുള്ള ബിസിനസ് ചെയ്യാനുള്ള ആശയങ്ങൾ വരെ കിട്ടും. അതിന് വേണ്ടിയിട്ട് ഒരു പുതിയൊരു കരിയർ ഓപ്പൺ ആയി വരും. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള വഴികളുണ്ടാകും. അത് നമുക്ക് പലപ്പോഴും നമ്മളുടെ ബ്ലോക്ക് മൂലം ആണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പണത്തിന്റെ അടക്കം പ്രശ്നങ്ങളുള്ളത്. ആ ബ്ലോക്കുകളെല്ലാം റിമൂവ് ആകുന്നു. കൂടുതൽ പണം നമ്മുടെ ലൈഫിലേക്ക് വരുന്നു. അതിനുള്ള ആശയങ്ങൾ വരുന്നു. അതിനുള്ള അവസരങ്ങൾ വരുന്നു. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ട റിസോഴ്സ്ഫുൾനെസ്. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വലിയൊരു പ്രധാനപ്പെട്ട കാര്യം. ഇതെല്ലാവരും മനസ്സിലാക്കണം. നമ്മുടെ അടുത്ത് പണം വേണ്ട ആവശ്യമില്ല. ബിസിനസ് ചെയ്യുന്നവരുടെ ഏറ്റവും വലിയ തിങ്കിങ് എന്താണെന്ന് അറിയോ? അവർ ചിന്തിക്കുന്നതിന് എങ്ങനെയാണ്? അതായത് മറ്റുള്ളവന്റെ പണം, മറ്റുള്ളവന്റെ ആശയം, മറ്റുള്ളവന്റെ അനുഭവ സമ്പത്ത്, മറ്റുള്ളവന്റെ അറിവ്, മറ്റുള്ളവന്റെ കഴിവ്, ഇതിനെ മികച്ച രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുന്ന ആളാണ് യഥാർത്ഥ ബിസിനസ്മാൻ. അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ആണ്. യഥാർത്ഥ ബിസിനസ്മാൻ എന്താ പരിപാടി? ഇയാൾക്ക് ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാ, അത് അവിടെ എത്തിച്ചു കൊടുക്കട്ടെ, ഇവിടെ എത്തിച്ചു കൊടുക്കട്ടെ, ഇത് ഇവിടെ എത്തിച്ചു കൊടുത്തിട്ട് അതിന്റെ കണക്കുകൾ എഴുതി വെക്കുക, കാര്യങ്ങൾ ചെയ്യും. ഇതാണ് റിയൽ ബിസിനസ്മാൻ. അയാൾ പണിയെടുക്കൂല. അയാൾ ഇവിടെ എല്ലാവരെ കൊണ്ടും പണി എടുപ്പിക്കുക ചെയ്യുക. എന്നാൽ അയാളുടെ പൈസ ഉണ്ടോ? ഇല്ല. അയാളുടെ പൈസയാണ് മുടക്കുക? അല്ല. വേറെ ആളോട് പറയും, ഞാൻ ഇങ്ങനെ ഒരു ബിസിനസ് ആശയം കൊണ്ടുവന്നിട്ടുണ്ട്, അതിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തോളൂ. അതാണ് റിസോഴ്സ്ഫുൾനെസ്. അതാണ് എന്ത് നേരത്തെ പറഞ്ഞ അബണ്ടന്റ് മൈൻഡ് സെറ്റ്. ഒരു പൈസ അയാളെടുത്തില്ല, എന്നാൽ പൈസ ഉള്ള ആൾക്കാർ വരണ്ടല്ലോ. വെരി ഗുഡ്. സോ ദോസ് കൈൻഡ് ഓഫ് തിങ്കിങ് ആണ് ഇവിടെ ഹാലിം അപ്ലൈ ചെയ്തിട്ടുള്ളത്. വെച്ചാൽ വേറെ ആൾക്കാർ നമ്മുടെ പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വറീഡ് ആവേണ്ട ആവശ്യമില്ല. വി ഹാവ് റീസോഴ്സസ്.
നമുക്ക് റിസോഴ്സസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ നോക്കേണ്ടത്? നമുക്ക് നോൺ പീപ്പിൾ ഉണ്ട്, നോട്ട് നോൺ പീപ്പിൾ ഉണ്ട്. നമുക്ക് അറിയാവുന്ന ആൾക്കാരുണ്ട്, അറിയാത്ത ആൾക്കാരുണ്ട്. നമുക്ക് നമ്മളടുത്ത് അതിൽ തന്നെ നമുക്ക് എന്താ വെച്ചാൽ വളരെ ക്ലോസ് ആയിട്ടുള്ള, നമുക്ക് ഒന്നും ചോദിക്കാനും കാര്യങ്ങളും ഷെയർ ചെയ്യാനും പറ്റിയ ആൾക്കാരുണ്ട്. അവരോട് ചോദിക്കുക, അല്ലെങ്കിൽ അടുത്ത ആളോട് ചോദിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഫോൺ കോൺടാക്റ്റിൽ ഉണ്ടാവും ലിസ്റ്റ്. ഞാനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും സാമ്പത്തികമായിട്ട് ഒരു ക്രഞ്ചോ കാര്യങ്ങളോ ബുദ്ധിമുട്ടൊക്കെ എൻ്റെ ലൈഫിൽ പല ഘട്ടങ്ങളിൽ വന്നിട്ടുണ്ട്. ആ വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ഫോണിൽ ലിസ്റ്റ് നോക്കും. ഇതിൽ എനിക്ക് ആരെ വിളിക്കാൻ പറ്റും, ഈ ലിസ്റ്റിൽ ആരോട് എനിക്ക് ചോദിക്കാൻ പറ്റും, ആരെ ഞാൻ ഇതിനു മുൻപ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് പല രീതിയിലായിരിക്കാം. നമുക്ക് നമ്മളോട് നോ പറയാൻ കഴിയാത്ത പല ആൾക്കാരുണ്ട്. അപ്പൊ അതിന് ഹെൽപ്പ് ചെയ്യണം. അത് മറ്റൊരു സംഗതിയാണ്. അപ്പൻ്റെ മൈൻഡ് സെറ്റ് പറഞ്ഞാൽ എന്നെ ഒരാൾ ഹെൽപ്പ് ചെയ്താൽ ഞാൻ അങ്ങോട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ള മൈൻഡ് സെറ്റും പാടില്ല. നമ്മൾ എപ്പോഴും ഹെൽപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക, ഗിവിങ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇന്നിപ്പോൾ ഇവിടെ ഒരുപാട് അറിവുകൾ നമുക്ക് എന്താ വെച്ചാൽ തന്നതുപോലെ, ഞങ്ങളൊക്കെ ഇവിടെ മോർണിംഗ് ക്ലാസ്സുകളിൽ നിരന്തരം നിങ്ങൾക്ക് നൽകുന്നത് പോലെ എന്തെങ്കിലും പണം വാങ്ങിച്ചിട്ടാണോ നൽകുന്നത്? അല്ലല്ലോ. ഈ സെഷനിൽ അടക്കം കിട്ടുന്ന സംഗതികൾ നൽകുന്നത് അല്ലല്ലോ. അപ്പോൾ അത് എന്ന് വെച്ചാൽ അബ്സല്യൂട്ട്ലി യൂട്യൂബ് ചാനലിലൂടെ വീഡിയോസ് ഇട്ടിട്ട് നിങ്ങളെ എന്റർടൈൻ ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതാവാം. ഇതൊക്കെ അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് ഫ്രീ ഇൻഫർമേഷൻസ് തരികയാണ്. മെഡിറ്റേഷൻസ് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് തരുന്നു. വൈ? ബിക്കോസ് അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഒരാളാകുമ്പോഴാണ് ഈ യൂണിവേഴ്സിലേക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം. അതാണ് അബണ്ടന്റ് മൈൻഡ് സെറ്റ്. അങ്ങനെ നമ്മളാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചോദിക്കുമ്പോൾ യൂണിവേഴ്സ് തന്നെ നമുക്ക് നല്ല ആൾക്കാരെ കൊണ്ടുതരും, ഹെൽപ്പ് ചെയ്യാൻ. ബി എ ഹെൽപ്ഫുൾ മെന്റാലിറ്റി. അല്ലാതെ എൻ്റെ അടുത്ത് ഇല്ല 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 എന്നുള്ള പരാതിയും അത്തരത്തിലുള്ള ചിന്തകളും മാത്രമല്ല, നിങ്ങളെ സഹായിക്കാൻ യൂണിവേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്ന ദൈവം ഇവിടെ ഒരുപാട് നല്ല മാലാഖമാരെ, ഒരുപാട് നല്ല വ്യക്തികളെ നിങ്ങളുടെ ചുറ്റിലുമുണ്ട്. പണം അവൈലബിൾ ആക്കിയിട്ടുണ്ട്. മണി ഇത് ഇവിടെ ഓൾറെഡി പ്രിന്റ് ചെയ്ത പണം തന്നെയാണ് നിങ്ങൾ കഷ്ടപ്പാടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ കയ്യിലൂടെ വരാൻ പോകുന്നത്. അതല്ലാതെ വേറെ ഏത് ലോകത്തെ പണം വരാൻ പോകുന്നില്ല. സെയിം മണി. യാ, താങ്ക് യു സോ മച്ച് ഹാല. എനിക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. ദാറ്റ് വാസ് എ വെരി ഇൻട്രസ്റ്റിംഗ് ടേക്ക് അവേ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത് വെച്ചാൽ, ഹല, വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് പ്ലാൻ? ആൻഡ് ഞാൻ ഒരു കാര്യം ഇപ്പൊ പറഞ്ഞ പോയിന്റുമായിട്ട് കണക്റ്റഡ് ആയിക്കൊണ്ട് ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്. അതായത് ഹലക്ക് ആ സമയത്ത് ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല കോഴ്സിന് മുൻപ്, അല്ലേ? കടം വാങ്ങിച്ചിട്ടാണ് കോഴ്സ് ചെയ്തത്. ഇപ്പോ പണം ഏൺ ചെയ്തു തുടങ്ങിയോ, അല്ലെങ്കിൽ ഏൺ ചെയ്യാനുള്ള വഴി ആയോ? വാട്ട് ഈസ് യുവർ സിറ്റുവേഷൻ റൈറ്റ്? ഓക്കെ. ഏൺ ചെയ്യാനുള്ള വഴിയായി. പിന്നെ ഞാനൊരു കാര്യം പറയാം. ഞാന് ഇപ്പം എന്റെ ഹസ്ബൻഡിൽ തന്നെ എന്റെ ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഞാൻ എന്താക്കും, അതിന്നൊരു നമുക്കൊരു പ്രോഫിറ്റ് കിട്ടൂലേ? അതേപോലെ ഞാൻ അങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് ഞാൻ പൈസ വാങ്ങാറ്. അല്ലാതെ മൂപ്പര് വെറുതെ മൂപ്പർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്, ആർക്കും ഒരു ബുദ്ധിമുട്ട് എന്നെക്കൊണ്ട് ഉണ്ടാവരുത് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അത് ഹസ്ബൻഡിന്റെ അടുത്താകുമ്പോ സേഫ് ആണല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു റിട്ടേൺസ് എനിക്കുണ്ട്. അതിന്റെ ഒരു ധൈര്യത്തിൽ ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞില്ലേ, പറഞ്ഞ മാതിരി ഏതോ ഒരു ടൈമിൽ ഞാന് ഏതോ ആൾക്കാരെ ഹെൽപ്പ് ചെയ്തതിന്റെ ഒരു ഗുണമായിരിക്കണം എനിക്കിപ്പൊ കിട്ടിയത്. പിന്നെ ഇങ്ങനെ ഇപ്പം ആരെടുത്തുന്നാ ചോദിക്കാന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഞാനൊരു സൊല്യൂഷൻ പറഞ്ഞുതരാം. ഒരാളെടുത്തുന്ന് തന്നെ നിങ്ങള് പണം ചോദിക്കരുത്. കാരണം അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ടാ പറയുന്നത്. ചിലപ്പോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമായിരിക്കും. ഒരാളുടെ അടുത്തുന്ന് മൊത്തം എമൗണ്ട് ചോദിക്കാതെ നിങ്ങളുടെ ട്രൂ ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ? അതിലിപ്പോ കുറേ ആൾക്കാരോട് ചോദിച്ചിട്ട് അതാകുമ്പോ നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാനും എളുപ്പമാണ്. അതായത് ഒരു ദിവസം ഒരാൾക്ക് കൊടുത്താൽ മതി. പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ഡേറ്റ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ അങ്ങനെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിൽ ജോയിൻ ചെയ്യാൻ അതിയായി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാട്ടോ പറയണത്. അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ എന്താക്കി ഈ കോഴ്സിൽ ജോയിൻ ചെയ്തോ, നിങ്ങൾക്ക് മാറണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഇത് പല ആൾക്കാരുടെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് ഒരു ഡേറ്റ് ഇട്ട് കണ്ടിട്ട് നിങ്ങൾ പൈസ വാങ്ങിയിട്ട് ഇതിൽ ജോയിൻ ചെയ്തോ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇപ്പൊ എന്നോട് പറയാൻ പറഞ്ഞു തരൂ. അതെ. പറയാൻ പറഞ്ഞ വിഷയം എന്താ വെച്ചാല്, നമ്മളുടെ ഇതിലിപ്പോ ഞാനും മറന്നുപോയല്ലോ. ഓക്കെ, അതായത് ഹാലയുടെ കൺഫ്യൂസ്ഡ് ആയല്ലോ. ഹാല ഭയങ്കര സംഭവമാണ്. ഏണിങ് കൂടിയോന്ന്. കൂടിയോ? വെരി ഗുഡ്, വെരി ഗുഡ്. എനിക്കൊരു ഹാല ചോദിക്കുന്നതിന് ഒരു മിനിറ്റ് മുമ്പ് വരെ ഓക്കെ നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നല്ലോ ചിന്തയൊക്കെ വന്നിട്ട് ഞാനത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പറഞ്ഞിരുന്ന പോയിന്റ് ഇതാണ്, ഏണിങ്സിലേക്ക് എത്തിയോ, വരുമാന മാർഗത്തിലേക്ക് എത്തിയോ നമ്മുടെ കോഴ്സ്? ഒരു ക്ലാരിറ്റി എത്തി എന്ന് പറഞ്ഞല്ലോ. ഓക്കെ. അപ്പൊ ഒരു ഏർണിങ്സ് എനിക്ക് വരുന്നുണ്ട്. പിന്നെ എന്താ പറയാ, യൂട്യൂബിൽ നിന്ന് അങ്ങനെയുള്ള റവന്യൂസ് ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ബിസിനസ്
സ്റ്റാർട്ടപ്പ് അങ്ങനെ തുടങ്ങണംന്നാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം? എനിക്കൊരു കഴിവുണ്ടെന്നുള്ളത് ബാക്കിയുള്ളവരുടെ മുമ്പിൽ കാണിച്ചെങ്കിലല്ലേ അവരെന്നെ വിശ്വസിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇൻസ്റ്റയിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇപ്പൊ ഫാഷൻസ് ആണെങ്കിലും ഐഡിയാസ് ഒക്കെ ഞാൻ അതിൽ എന്താക്കും റീലായിട്ട് പോസ്റ്റ് ചെയ്ത്ങ്ങാണ്ട് ഇപ്പം അങ്ങനെയാണ് പോകുന്നത്. അപ്പം ഓക്കെ. അപ്പൊ എനിക്കത് പ്രാക്ടീസും കൂടെ ആകും. ഞാൻ അങ്ങനെ ചെയ്യുന്നതിലൂടെ. അപ്പൊ അതില് ഇഷ്ടപ്പെടുന്ന ആൾക്കാര് എനിക്ക് ഓർഡേഴ്സ് വരും. ആ ഒരു മൈൻഡിലാണ് ഞാൻ ഇപ്പൊ നിക്കണത്. അത് സംഭവിക്കല്ലോ. അപ്പൊ വെരി അങ്ങനെയുള്ള രീതിയിലാണ് ഇപ്പൊ പോണത്. വെരി ഗുഡ്. സോ ദാറ്റ് ഈസ് ദ ക്ലാരിറ്റി യു ഹാവ്. ലൈക്ക് കോഴ്സിന് യെസ്. മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അല്ലേ? ഇല്ലില്ല. അന്ന് എനിക്കൊരു ക്ലാരിറ്റി ഇല്ല. ഞാനന്ന് ആർട്ട് ചെയ്യേനു. ഇതേപോലെ തന്നെ ജ്വല്ലറി എല്ലാം അങ്ങോട്ട് ചെയ്യേനു. ഉം. പക്ഷെ ഏതാണൊരു പെർഫെക്റ്റ് എനിക്ക് ആക്ട് ആവാൻ കാരണം എനിക്ക് പെട്ടെന്ന് മടുക്കുന്ന ആളാ. ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു മോഡലിംഗ് പഠിച്ച് ഞാൻ 1 ഇയർ ആയപ്പോ എനിക്കത് നടക്കണില്ല. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ഒരു ഇഷ്ടം. ഉം. അത് നമ്മൾ എത്ര ചെയ്താലും നമുക്ക് വരുന്നതല്ല. ചില കാര്യങ്ങളോട് നമുക്ക് എങ്ങനെയോ ഉണ്ടായി പോകുന്നതാണ്. അപ്പം Yeah. നമ്മള് ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്ക് ഇത് ഇഷ്ടമാവോ അല്ലെങ്കിൽ മടുക്കോ എന്നുള്ളത് മനസ്സിലാവുള്ളൂ. ആ ഒരു ഓക്കെ. വ്യക്തിയെ ചൂസ് ചെയ്യുന്ന പോലെ. നമുക്ക് ജീവിക്കുമ്പോഴാണല്ലോ നമ്മൾ എത്രത്തോളാണ്. അതേപോലെ നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോഴാണ് അത് നമുക്ക് ഇഷ്ടമാവോ അല്ലെ കഷ്ടമാവോ എന്നുള്ളത് അറിയാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഒന്ന് ചെയ്തു നോക്കുക. ചെയ്തു നോക്കിയതിന് ശേഷം മടുക്കുന്ന കാര്യങ്ങൾ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങള് മുറുകെ പിടിച്ചാല് നിങ്ങളുടെ വഴിയായി. അതന്നെ. നിങ്ങൾക്കുള്ളൊരു സൊല്യൂഷൻ ഇതാരാ പറഞ്ഞു നിങ്ങളുടെ തന്നത്? ആരും പറഞ്ഞതല്ല. ഞാൻ പിന്നെ കുറെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ മോട്ടിവേഷണൽ ആയിട്ടുള്ള. അപ്പൊ ഞാൻ എല്ലാം എടുത്ത് കാണും. അപ്പൊ അതിന്നൊക്കെ ചിലപ്പം ഇതൊക്കെ ആയിരിക്കും എന്നെ ക്യാച്ച് ചെയ്തിട്ടുണ്ടാവാ. യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നും അതേപോലെ ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങണമെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഹാലയ്ക്ക് നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ കഴിയും, ഇങ്ങനെ സ്റ്റോറി പറയാൻ കഴിയും, യെസ്. സംഗതികളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കോൺവെർസേഷൻ ഞാൻ ഓർക്കുന്നുണ്ട്. സോ അതില് ആ ഒരു ഐഡിയയിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നൊരു ഐഡിയയിലേക്ക് തന്നെ ഇപ്പൊ എത്തി. അതിലേക്ക് എത്തി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു അല്ലേ? യെസ്. വെരി ഗുഡ്. നിങ്ങളുടെ ചാനലിന്റെ നെയിം ചോദിക്കുന്നുണ്ട് പല ആൾക്കാരും. കുറച്ച് ഫോളോവേഴ്സിനും ഇവിടുന്ന് കിട്ടും എന്തായാലും. യെസ്. പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഹല പിൻ സ്റ്റോർ എന്നാണ് പേര്. കമന്റ് ചെയ്തോളൂ. ആ ഹല പിൻ സ്റ്റോർ. ഓക്കെ, വെരി ആ. ഗുഡ്. ഇൻസ്റ്റാഗ്രാമില് സ്മോൾ ലെറ്റർ എച്ച് അടിച്ചങ്ങാണ്ട് ഹല പിൻ സ്റ്റോർ എന്ന് അടിച്ചാൽ മതി. വെരി ഗുഡ്. ആ ഹല പിൻ സ്റ്റോർ എന്നാണ് ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ, അതേപോലെ തന്നെ യൂട്യൂബ് പ്രൊഫൈൽ. സോ വി ഹാവ് എ ഫ്യൂച്ചറിൽ വലിയ രീതിയിലേക്കുള്ള ഒരു ഇൻഫ്ലുവൻസർ ആയിട്ട് മാറാനുള്ള ഹാലെ യെസ്. അതേപോലെ നമുക്ക് ഇവിടെ ഇപ്പൊ കിട്ടിയിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഹാല ആൻഡ് ദ ഓഡിയൻസ് പ്ലീസ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിലും ചോദിക്കാം. ഓക്കെ, ചോദിച്ചോളൂ. ആ ചോദിച്ചോളൂ. അതെ, അതേപോലെ അതെ, തന്നെ വോയിസ് ആയിട്ട് ചോദിച്ചോട്ടോ. ഉം. വോയിസിൽ പറഞ്ഞു മതി. മെസ്സേജ് അയക്കണ്ട. മെസ്സേജ് അയക്കേണ്ട, വോയിസിൽ ചോദിച്ചോളൂ. എനി ക്വസ്റ്റ്യൻസ്? അതേപോലെ തന്നെ ഹാലയ്ക്ക് എന്തെങ്കിലും ഫൈനലി എന്തെങ്കിലും അഡീഷണലി മെസ്സേജ് പറയാനുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പറയുകയും ചെയ്യാം. ഉം. പല കാര്യങ്ങളും ചെയ്തു നോക്കുക, നമ്മൾക്ക് ഇഷ്ടമുള്ള മേഖല തുടരുക. അത് നല്ലൊരു പോയിന്റ് ആണ് ആ പറഞ്ഞത്. കാരണം പല ആൾക്കാരുടെയും ഒരു പ്രശ്നമാണെന്ന് വെച്ചാൽ ഞാൻ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളത്. ഓക്കെ, ഉം. ആ ക്ലാരിറ്റിക്ക് വരുത്താനുള്ള ഏറ്റവും നല്ലൊരു ടെക്നിക്കാണ് ഈ പറഞ്ഞതുപോലെ ഒരു നമുക്ക് പലതും ട്രൈ ചെയ്താലാണ് നമുക്ക് മനസ്സിലാവുക നമുക്കിത് ഓക്കെ ആണ്. ഓക്കെ, വെരി ഗുഡ്. എനി ക്വസ്റ്റ്യൻസ്? ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടോ? ചോദിച്ചോളൂ. ഹലോ, വാണി. ഹലോ. യെസ്, പറഞ്ഞോളൂ. ഓക്കെ. പ്രത്യേകിച്ച് നല്ല എനർജറ്റിക് ആയിട്ടുള്ള ആളുകളാണ് സൺഡേ സെക്ഷനിൽ വന്നുകൊണ്ടിരിക്കുന്നത്. വന്നു. അവർക്ക് നൽകിയ മോട്ടിവേഷൻ വളരെ പവറാണ്. ഈ കോഴ്സ് കൊണ്ട് നമുക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകുന്നുള്ളൊരു തെളിവ് തന്നെയാണ് ഇവർ തെളിയിക്കുന്നത്. എല്ലാവരും ഇതിൽ ജോയിൻ ചെയ്യുക, സാറിന്റെ ഒപ്പം സഞ്ചരിക്കുക. അങ്ങനെ പറയുന്നു. പ്രത്യേകിച്ച് ചോദ്യമൊന്നുമില്ല. താങ്ക് യു. താങ്ക് യു സോ മച്ച്. സോ ആ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതാണ്. താങ്ക് യു യെസ്. സോ മച്ച്. ഓക്കെ, ഓൾറൈറ്റ്. ഹല, ഫൈനലി എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഷെയർ ചെയ്തിട്ട് ഓക്കെ. വൈൻഡ് അപ്പ് ചെയ്യാം. വൈൻഡ് അപ്പ്. ഓക്കെ. അതേപോലെ ആരോടാണ് നന്ദി പറയാനുള്ളത് അതുകൂടെ പറഞ്ഞിട്ടില്ല. അശോ. ആരോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത്? നന്ദി പറയാനുള്ളത് ഫീലിംഗ് കുറെ ജേർണി. ആൾക്കാരുണ്ട്. സാറിനോട് നന്ദി പറയണം. എന്റെ മെന്ററിനോട് നന്ദി പറയണം. എന്നെ ഇവിടേക്ക് എത്താൻ സഹായിച്ച എന്റെ ഫ്രണ്ട്സിനോട് നന്ദി പറയണം. അവരോടൊക്കെ ഞാൻ നന്ദി പറഞ്ഞു കഴിഞ്ഞതാണ്. സാറിനോടും മാമിനോടൊക്കെ അതേപോലെ ഞാൻ നന്ദി പറഞ്ഞു കഴിഞ്ഞാണ്. പക്ഷെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവാത്തൊരു കാര്യമാണ്. കാരണം അത്രയും വലിയൊരു ഉപകാരമാണ് ചെയ്തത്. പിന്നെ ആരോടെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കില് നിങ്ങൾക്ക് ഒരു കംഫർട്ട് അതായത് മനസ്സിന്റെ സമാധാനമായിട്ട് നിക്കുന്നത് എപ്പോഴാണോ അതാണ് വിജയം എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. കാരണം എന്താ വെച്ചാല്
നമുക്ക് കൂടുതൽ കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് എവിടെയും നമ്മൾ എത്താതായി പോകും. മെയിനായിട്ട് നമ്മൾ ഈ മൈൻഡിനെ ഒന്ന് കാമാക്കി വെച്ചാൽ തന്നെ നമുക്ക് സൊല്യൂഷൻസും കിട്ടും. അതേപോലെ തന്നെ അതാണ് വിജയം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. കാരണം ഇപ്പൊ പൈസ ഉള്ള ആൾക്കാരും പൈസ ഇല്ലാത്ത ആൾക്കാരും തന്നെ ഇവിടെ ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ ആ ദിവസം നമുക്ക് എന്താ പറയാ എൻജോയ് ചെയ്യാൻ പറ്റൂല. എൻജോയ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാട്ട് പാടി എൻജോയ് ചെയ്യാന്നല്ല, സമാധാനത്തിലൊന്ന് ഉറങ്ങാന്നുള്ളതാണ് എല്ലാവർക്കും വേണ്ടത്. അത് തന്നെയാണ് എല്ലാവരുടെയും അവസാന വിജയം. അത് ഇവിടെ ഡിസ്റ്റർബ് ആയി കിടക്കുന്ന ആൾക്കാർക്ക് വേഗം മനസ്സിലാവുകയും ചെയ്യും. അപ്പൊ അതിനെ ക്ലിയർ ആക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ എന്താ പറയാ നിങ്ങളെ മെയിൻ എയിം അത് തന്നെയാണ്. അത് കിട്ടിയ ആൾക്കാരുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോവുക. അല്ലാണ്ട് പിന്നെയും വേറെ കാര്യത്തെ കൂടുതൽ ആലോചിച്ചങ്ങാണ്ട് ഇതാവണില്ലല്ലോ അതാവണില്ലല്ലോ അങ്ങനെ ചിന്തിക്കണ്ട. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്യുക. ഏത് പ്രവൃത്തിയാണെങ്കിലും ചെയ്യുക. ഇവിടെ ഓക്കെ ആക്കുക. ആ ദിവസം അങ്ങനെ പോക്കുക. കാരണം എനിക്കുണ്ടല്ലോ സമയം പോക്കുന്ന വരെ എനിക്ക് വളരെ അതായത് എന്റെ നല്ലൊരു സമയമല്ലേ കടന്നു പോകുന്നത്, എനിക്ക് ആ സമയം അത് ചെയ്യാനല്ലോ. അതായത് എനിക്ക് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ കുറേ ആഗ്രഹങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് സമയം പോക്കുന്ന പോലെ എനിക്ക് വളരെ ഭയങ്കര ഡിസ്റ്റർബിങ് ആയിരുന്നു. എന്റെ സമയം പോയി, ഇന്നത്തെ ദിവസം കഴിഞ്ഞ്, ഇനി നാളെ എങ്ങനെ, ഇനിയിപ്പോ എത്ര കാലം ഉണ്ടാവും ഞാന്, എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കുറെ തോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്ന ആളാ. പക്ഷെ ഇന്ന ദിവസം ഈ ദിവസം കഴിഞ്ഞു പോയി, ഇനി അടുത്ത ദിവസം വരും, ഇനി വരുമ്പോ വരട്ടെ, അടുത്ത ദിവസം ഉണ്ടാവുകയാണെങ്കിൽ മതി. കാരണം ഇവിടെ ഞാൻ ഓക്കെ ആണ്. അതിൽ കൂടുതൽ ഒരു മനുഷ്യൻ എന്താ വേണ്ടെന്നുള്ളത് ഞാൻ ചിന്തിക്കുന്നത് കൊണ്ട് ഞാൻ ഇപ്പൊ വളരെ അങ്ങനെ മതി. ബാക്കിയുള്ളതൊക്കെ അതിന്റെ പിറകെ വന്നോട്ടെ. ഇനി വന്നില്ലെങ്കിൽ പ്രശ്നമില്ല. ഇത്രയും കാലം സമാധാനമായിട്ട് ജീവിച്ചല്ലോ, അത്രയും മതി. അപ്പൊ ഇവിടെ എപ്പോഴും ഓക്കെ ആക്കാൻ നോക്കുക. അതിനുവേണ്ടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ഇനി വീഡിയോസ് കാണുകയാണെങ്കിലും ഇവിടെ ഓക്കെ ആക്കാനുള്ള വീഡിയോസ് കാണുക. നമ്മൾ സന്തോഷത്തിൽ വെച്ചതിന് ശേഷം വേറെ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചോളി. അതിനുള്ളൊരു കറക്റ്റ് ഒരു സൊല്യൂഷൻ അന്നേരം നിങ്ങൾക്ക് കിട്ടും. അല്ലാണ്ട് ഇവിടെ ഇങ്ങനെ കുടുങ്ങി കിടക്കുന്ന സമയത്ത് എന്താലോചിച്ചാലും ആ കുടുക്കിലേക്കാണ് നമ്മുടെ ചിന്തകളും പോവുക. ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒന്ന് ഓക്കെ ആക്കാൻ നോക്കുക. അതിനുവേണ്ടി നിങ്ങൾക്ക് ഇപ്പൊ സാറിന്റെ ഇതിൽ തന്നെ ജോയിൻ ചെയ്താൽ 100% ഒരു മെന്റർ, നമ്മൾ ഒരാൾ പറഞ്ഞു തരുന്ന മാതിരി ആവൂല ഒരിക്കലും. നമ്മൾ തന്നെ കണ്ടുപിടിച്ച് പോകുന്നത്. കാരണം എവിടെ പോകണോ എന്ത് ചെയ്യണം എന്നുള്ളൊരു ക്ലാരിറ്റി ഉണ്ട്. ഇത് നമുക്ക് ചോദിച്ച ഉത്തരം അങ്ങോട്ട് കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കൂടുതലും ഒരു മെന്റർ, ഒരു സാറിനെ ഫോളോ ചെയ്യാൻ, സാർ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് സാറിനെ ഫോളോ ചെയ്യുക എന്നുള്ളത്. ഞാനത് ഫോളോ ചെയ്യുന്നുണ്ട്. സോ നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യാൻ നോക്കുക, ആരാണെങ്കിലും. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു സോ മച്ച്. ഫൈനലി ഒരു കാര്യം കൂടെ എനിക്ക് മെൻഷൻ ചെയ്യാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു അല്ലേ, എൻ്റെ അടുത്തേക്ക് കുറച്ച് കോൾസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഹാലയുടെ. അപ്പോൾ ഇങ്ങനെ പല ഡൗട്ട്സുകളും ഇപ്പോൾ ചോദിച്ചിട്ട്, അപ്പോൾ ഡൗട്ട്സുകളൊക്കെ ചോദിച്ചിട്ട് എൻ്റെ കൂടെ കോൾസ് വരുന്ന സമയത്ത് എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ. അപ്പോൾ എന്നോട് കോൾ ചെയ്യുമ്പോൾ തന്നെ ഹാലനെ പറയും എനിക്കറിയാം സാറോട് ഞാൻ പറഞ്ഞു, സാർ അവസാനം പറയും ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഹാലയ്ക്ക് ഉത്തരം വേണം, ഓക്കെ, അതിനാ വിളിക്കുന്നത്. ഈ ഇറ്റ്സ് ഓക്കേക്ക് അപ്പുറത്തേക്ക് ഉത്തരം വേണം. പക്ഷെ ഞാൻ പറയും ഇറ്റ്സ് ഓക്കെ, അത് വിട്, ഇറ്റ്സ് ഓക്കെ. അതാണ് ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞത്, നിങ്ങളുടെ മൈൻഡ് ഇവിടെ ഓക്കെ ആക്കി വെക്കാം. അതെ. അല്ലേ? വെരി ഗുഡ്, വെരി ഫാന്റാസ്റ്റിക്, അടിപൊളി. പിന്നെ ഒരു കാര്യം പറയാച്ചാല് ഒരു എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ്. ഇപ്പം എന്താ പറയാ നമ്മള് ചില കാര്യങ്ങളിൽ നമ്മളെ തന്നെ പറ്റിക്കണം. അതായത് നമ്മൾ ഹാപ്പി അല്ലാത്തപ്പോൾ പോലും നമ്മൾ ഹാപ്പി ആണെന്ന് പറയണം. പിന്നെ ഇപ്പൊ കൂടുതൽ ആൾക്കാരും സാഡ് ആകുമ്പോൾ സ്റ്റോറി സ്റ്റാറ്റസ് ഒക്കെ ഇടുന്ന ആൾക്കാരാണല്ലോ. ഐ ആം അലോൺ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ അങ്ങനെയുള്ള വ്യക്തികളായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന ചെറിയൊരു ഒരു ഇപ്പൊ ഒരു ദിവസത്തിൽ എന്തെങ്കിലും ഒരു സമാധാനമുള്ള ഒരു സന്തോഷമുള്ള കാര്യം സംഭവിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ വളരെ ഹാപ്പി ആണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രൊജക്റ്റ് ചെയ്യുക. അത് സ്റ്റോറി ഇടുക, സ്റ്റാറ്റസ് ഇടുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് എനിക്ക് ചെറിയൊരു അച്ചീവ് ഉണ്ടാകുമ്പോൾ ഞാൻ എന്താക്കും, ഓ ഞാൻ വളരെ ഹാപ്പിയർ ആയിട്ടുള്ള പേഴ്സൺ ആണെന്നൊക്കെ പറഞ്ഞിട്ട് സാർ തന്നെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവണം എൻ്റെ സ്റ്റോറീസ് ഒക്കെ. കാരണം ആ ഒരു ചെറിയൊരു സന്തോഷത്തെ ഞാൻ എന്താ പറയാ ചെയ്തപ്പോ, എക്സ്പ്രസ് ചെയ്തപ്പോ എനിക്ക് അതൊക്കെ തന്നെ ആയിരിക്കണം ചിലപ്പോ എന്റെ ജേർണിയുടെ അവസാനത്തിലുള്ള ഒരു സന്തോഷം എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഈ പീസ്ഫുൾ അവസ്ഥയ്ക്കുള്ള കാരണം അതായിരിക്കണം. നിങ്ങൾ സങ്കടത്തെ എക്സ്പ്രസ് ചെയ്യുന്ന പോലെ തന്നെ ചെറിയ ചെറിയ സന്തോഷത്തെ നിങ്ങൾ വളരെ വലിയ രീതിയിൽ ആഘോഷിക്കാൻ നോക്കുക. ഒരു സ്റ്റോറിയുടെ ഞാൻ വളരെ ഹാപ്പിയാണ്, അത് കാണുമ്പോൾ ആ സമയത്ത് നിങ്ങൾ ഇടുന്നതായതുകൊണ്ടല്ലേ നിങ്ങൾക്കൊരു മനസ്സിന്റെ അകത്തൊരു ഒരു ഭയങ്കര ഒരു ഫീൽ വരും. ഒരു എന്താ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് അത് അനുഭവിച്ചൊരു കാര്യമാണ്. അപ്പൊ ഒരു വല്ലാത്തൊരു ഫീൽ വരും. അപ്പൊ ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ അപ്പൊ നിങ്ങളോട് ഇങ്ങനെ കുറെ ആൾക്കാർ ചോദിക്കും എന്താ ഇത്ര സന്തോഷത്തിന്റെ കാരണം, എന്താ എനിക്ക് പറ്റിയ, അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്തൊരു ഫീലാണ്. ഓ ഞാൻ വളരെ സംഭവമാണല്ലോ ഒക്കെ. സത്യം പറഞ്ഞാൽ ആ ഒരു ചിന്തയിലൂടെ ഒക്കെ തന്നെ ആട്ടോ ഞാൻ അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് പോകുന്നത്. എനിക്ക് സന്തോഷമുള്ള സമയത്ത് ഞാൻ അതിനെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ
ചില ആൾക്കാർക്ക് ചിലപ്പോൾ അസൂയുള്ള ആൾക്കാരുണ്ടാകാം. അപ്പൊ അവർക്കൊരു മറുപടിയാണ്. കാരണം നമ്മളെല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെട്ടോണമെന്നില്ല. അപ്പൊ നമ്മൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുണ്ടല്ലോ, നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് നിന്നാല് അവരുള്ള അപ്പുറത്തുള്ള ആൾക്കാർക്ക് ചിലപ്പോ ചെറിയൊരു കുശുമ്പൊക്കെ അടിക്കും. ആ ഒരു സന്തോഷത്തിൽ വേണേ നമുക്ക് ജീവിച്ചു പോകാം. ഞാൻ അങ്ങനെ പല രീതിയിലും ഞാൻ എന്നെ തന്നെ ഡെഫിനിഷൻസ് കണ്ടെത്താറുണ്ട്. ഓൾറൈറ്റ്. അതായത് പല ഏ, രീതിയിൽ നമുക്ക് എങ്ങനെയൊക്കെ സർവൈവ് ചെയ്യാം, എങ്ങനെയൊക്കെ അതെ. happy ആയിട്ട് ജീവിക്കാം, എവിടെ നിന്നൊക്കെ അതെ. ഹാപ്പിനെസ് കിട്ടുമോ അതെ, അതെ. അതൊക്കെ ട്രൈ ചെയ്യാം. വെരി യെസ്. ദാറ്റ് ഇസ് എ പോളിസി. ദ പോളിസി ഇസ് ലൈക്ക് നോ. ഞാൻ ഒരു കോട്ട് വായിച്ചിട്ടുണ്ട്. ആ കോട്ട് ഇങ്ങനെയാണ്: ബെസ്റ്റ് ഡിസിഷൻ ഇൻ എ ലൈഫ് ദാറ്റ് വൺ ക്യാൻ ടേക്ക്. ഒരാൾക്ക് ജീവിതത്തിൽ എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല തീരുമാനം എന്ന് പറയുന്നത്, ദ ബെസ്റ്റ് ഡിസിഷൻ ടു ടേക്ക് ഇൻ ലൈഫ് ഇസ് ടു ചൂസ് ടു ബി ഹാപ്പി. ഹാപ്പി ആകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, തീരുമാനിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഹാല അതാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതെന്ന് വെച്ചാൽ ഹാപ്പി ആവണം. അത് ഇനി എങ്ങനെയാ വെച്ചാൽ അങ്ങനെ. ഓക്കെ. അത് ഈ പറഞ്ഞ പോലെ ചെറിയ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ ഷെയർ ചെയ്തിട്ട് അത് ഈ ഷെയർ ചെയ്യാന്ന് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാന്ന് പറഞ്ഞല്ലോ, അതിനെ ഞാൻ ഒന്നുകൂടെ പറയാ സെലിബ്രേഷൻ എന്നാ പറയാ. യെസ്. സെലിബ്രേറ്റ് അല്ലെ, നമ്മൾ യെസ്. എന്താ വെച്ചാൽ സെലിബ്രേറ്റ്, സ്മോൾ വിൻസ് സെലിബ്രേറ്റ് ചെയ്യുക. ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു ക്വാളിറ്റിയാണ്. വെരി ഗുഡ്. എന്തായാലും പലരും എന്താ വെച്ചാൽ മോർണിംഗ് സെഷനിൽ എന്തായാലും വരണം. അതേപോലെ മോട്ടിവേഷൻ സ്പീക്കർ ആവാനുള്ള നല്ല ഹാല ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം ടേണിംഗ് പോയിന്റ്സ്. യെസ്. മേ ബി. ഉറപ്പായിട്ടും. ബി ഓപ്പൺ ടു ഓൾ ദ ഓപ്പർച്യൂണിറ്റീസ്. ആൻഡ് ഇന്നിവിടെ വന്നതിനും ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തതിനും ഓ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സെഷൻ ഞങ്ങൾക്ക് നൽകിയതിനും ഒക്കെ വളരെയധികം നന്ദി. ഫൈനലായിട്ട് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ സ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്നത്തെ സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഡിഡ് യു എൻജോയ്? എല്ലാവരോടും ഫീഡ്ബാക്ക് ചോദിക്കുകയാണ്. ഹോപ്പ് യു എൻജോയ്ഡ്. എല്ലാവരും വീഡിയോയിലോ ഓഡിയോയിലോ ഒക്കെ വന്നിട്ടൊന്ന് പറയാം ഇന്നത്തെ സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു. ഇന്നത്തെ സെഷൻ അടിപൊളിയായി. ആള് വളരെ വ്യത്യസ്തമായ ഒരു ക്യാരക്ടറായിട്ടാണ് നമുക്ക് തോന്നിയത്. Yeah. എന്താ പറയാ, അകത്ത് നിന്ന് എന്തൊക്കെ ഒരു ബഹിസ്ഫുരണങ്ങൾ പുറത്തേക്കൊഴുകി, അതെ. ആ ബഹിസ്ഫുരണം എന്തായി മറ്റുള്ളവരുടെ ഹൃദയത്തിൽ തറച്ചു എന്നൊക്കെ പറയാലോ. Yeah. എന്താ പറയാ, ഒരു അലാമ ഇക്ബാലിന്റെ ഒരു കവിത പോലെ, അതായത് ഹൃദയത്തിൽ നിന്ന് മനസ്സിനകത്ത് നിന്ന് പുറപ്പെടുന്ന പിന്നെന്താ പറയുക, വാക്കുകൾക്ക് ചിറകില്ലെങ്കിലും അത് ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുമ്പോ അത് പറന്നുയരുക തന്നെ ചെയ്യും എന്നൊരു ഇക്ബാലിന്റെ ഒരു കവിത ഉണ്ട്. എന്നാ പോയായിട്ട് താങ്ക് യു സോ വാക്കിന് മച്ച്. ചിറകില്ല എങ്കിലും അത് ഹൃദയത്തിൽ നിന്ന് മനസ്സിനകത്ത് നിന്ന് പുറപ്പെടുമ്പോ അതെന്തായി, അതിന് ചിറക് മുളച്ചു, അതിന് ജീവൻ കിട്ടി, അത് മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആയി. വലിയ വലിയ വാക്കുകളാണ്, ചെറിയ ചെറിയ നാവിൽ നിന്ന് വലിയ വാക്കുകളാണ് വന്നത്. ഇപ്പോ സാഫി സാറൊക്കെ ആവശ്യമില്ലാത്ത വിധം ഉള്ള ടോക്കായി പോയി. അടിപൊളി അടിപൊളി അടിപൊളി. അപ്പം ഹാല, യാ താങ്ക് യു റാഫിസ, താങ്ക് യു സോ മച്ച്. അതായത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഉള്ളിൽ നിന്ന് ഇപ്പൊ അത് പറഞ്ഞല്ലോ, ഉള്ളിൽ ഒരുപാടുണ്ട് ഷെയർ ചെയ്യാൻ. സ്റ്റാർട്ട് ഷെയർ. ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആവും, ഒരുപാട് പേർക്ക് ഉപകാരമാവും. ഞാൻ പറഞ്ഞ പോലെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വീഡിയോസ് ചെയ്യുക, നല്ല നല്ല വീഡിയോസ് മറ്റുള്ളവർ ചെയ്യുന്ന കാണുമ്പം ഇങ്ങനെ ചെയ്തുകൂടെ ഷാഫി സാർക്ക് എന്ന് ചോദിച്ചിട്ട് എന്നോട് മെസ്സേജ് അയച്ചിരുന്നല്ലോ. അത് ഇനി താങ്കൾക്ക് തന്നെ അപ്ലിക്കബിൾ ആണ്. ഓക്കെ. താങ്ക് യു. ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്കുകൾ പറയാനുണ്ടോ? താങ്ക് യു റാഫി ഫോർ ഷെയറിംഗ്. പാരന്റ്സ് ആയിട്ടുള്ള ആൾക്കാർക്കും, അതായത് മദേഴ്സിനൊക്കെ വേണമെങ്കിൽ എന്തെങ്കിലും ചോദിച്ചോട്ടോ. നിങ്ങളുടെ പാരന്റിങ് ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്ഫുൾ ആവാൻ മതി. കാരണം ചെയ്യാൻ പറ്റാൻ മതി. കാരണം ഞാനൊരു യാ പറഞ്ഞോളൂ. നമ്പറാണ് വേണ്ടത്. എങ്ങനെ അലന്റെ നമ്പറാണ് വേണ്ടത്. നമ്പറോ? നമ്പറാണ് വേണ്ടത്. നമ്പർ വേണമെന്ന് പറഞ്ഞു. ഓക്കെ. നമ്പറോ? നമ്പർ വേണം. അപ്പം നിങ്ങൾ ഗ്രൂപ്പിൽ ഇവിടെ നിങ്ങൾക്ക് പബ്ലിക് ആയിട്ട് ഇടാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ഇവരുടെ ഗ്രൂപ്പ് ഏതാണെന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ എന്റെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചോളൂ. അല്ലെങ്കിൽ ഞാൻ പേഴ്സണലി ഇതാരാ അല്ല ഗ്രൂപ്പിൽ എന്റെ നമ്പർ ഉണ്ടാവും. എന്താ ഞാൻ പറയാ, അല്ലെങ്കിൽ മെന്ററിനോട് ആരോടെങ്കിലും ചോദിച്ചോളൂ. ഓക്കെ. ഷബിന മാമിനോട് ചോദിച്ചാൽ മതി. ഷബിന മാമിനോട് ചോദിച്ചോളൂ. ഓക്കെ, വെരി ഗുഡ്. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്തോളൂ. ആ ഫോളോ ചെയ്തിട്ട് അതിൽ മെസ്സേജ് അയച്ചാൽ മതി. ഫോളോവേഴ്സ് ഒക്കെ ഒന്ന് കൂട്ടിത്തരും. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു. അപ്പം ഫൗസിയ പറയുന്ന ഈ സന്തോഷം അള്ളാഹു നിലനിർത്തി തരട്ടെ. ഓക്കെ, വെരി ഗുഡ്. അപ്പം നല്ലൊരു സെഷൻ നൽകി, ഒരുപാട് പേർക്ക് നല്ല എൻജോയ് ചെയ്യാൻ പറ്റി. ഹലോ. പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ. ഞാൻ റഷീദ. ഞാന് എന്താ പറയാ, ഞാന് തീരെ ടൈമില്ല, എന്നിട്ട് വെറുതെ ഒന്ന്
ബാക്കി റെക്കോർഡ് കാണാന്നാ വിചാരിച്ചത്. പക്ഷെ ഞാൻ അവിടെ ഇരുന്ന് പോയി. നല്ല സ്പീച്ച്. എന്തായാലും മോർണിംഗ് താങ്ക് യു ക്ലാസ്സിൽ സോ നല്ല മച്ച്. ടോപ്പിക് ഒക്കെ എടുത്ത് തരണം ഞങ്ങൾക്കൊക്കെ കേൾക്കാൻ. എന്തായാലും അടുത്തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. അശ്ശോ, എല്ലാവരും ഇരുത്തുന്ന സംസാരം പിന്നെ താങ്ക് വളരെ യു സോ മച്ച്. ജെന്റിലാണ് ഉള്ളതുപോലെ പറയുന്നുണ്ട്. താങ്ക് ഞാനൊക്കെ യു. പറയാൻ ആഗ്രഹിച്ച കുറെ കാര്യങ്ങളാണ്, പക്ഷെ ഞാൻ ഒന്നും ഇപ്പോഴും അങ്ങോട്ട് എത്തിയിട്ടില്ല. എത്തും. എത്തിയില്ലെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ എത്തിക്കോട്ടെ, നോ പ്രോബ്ലം. യെസ്. ഞാനത് ഒരിക്കലും മാറൂല എന്നായിരുന്നു ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഒരു 2 കൊല്ലത്തോളം എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിലേക്ക് തന്നെ വരാലോ എന്ന് ഞാൻ ഇരുത്തി ചിന്തിച്ചത് 2 കൊല്ലം മുമ്പെയാണ്. ഞാൻ 2018 പറഞ്ഞ മാതിരി ഒരു ആൽക്കെമിസ്റ്റ് എന്ന ബുക്ക് വായിച്ച ശേഷമാണ് ഞാൻ സത്യം പറഞ്ഞാൽ ബുക്ക് വായിക്കാനും എല്ലാത്തിനോടുള്ള ഇഷ്ടം വന്നത്. അതായത് ഒരു ലൈഫ് ചേഞ്ചിങ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാല് അതേനു. അപ്പൊ അതേപോലെ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല ബുക്സ് ഒക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതായത് ഏതെങ്കിലുമൊക്കെ ബുക്ക് വായിക്കുന്നതിനെക്കാട്ടും നമ്മളെ ഇൻസ്പയർ ചെയ്തിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ ബുക്സ് ഒക്കെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഒക്കെ വായിക്കുക. ആരെയും ബോധിപ്പിക്കാനല്ല, നമ്മളെ തന്നെ ബോധിപ്പിക്കാൻ. അത് ഫുള്ള് ഇന്ന ദിവസം കൊണ്ട് വായിച്ചു തീർക്കണമെന്നില്ല. മെല്ലെ മെല്ലെ വായിച്ചാൽ മതി. നമുക്ക് വേണ്ടിയിട്ട് നല്ല ബുക്സ് ഒക്കെ വായിച്ചാല് ഇപ്പൊ ആൽക്കെമിസ്റ്റ് വായിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ വായിച്ചാൽ അത് തന്നെ മതി നിങ്ങളുടെ ജീവിതം മാറ്റാന്. നിങ്ങൾക്ക് വളരെ കൂടുതൽ നല്ല രീതിയിൽ ചിന്തിക്കാനും നല്ല മാറ്റങ്ങൾ വരുത്താനും ഒക്കെ. ഇപ്പൊ ഞാൻ വായിക്കുന്ന പുസ്തകം പറഞ്ഞാല് മലയാളാണ്. ഞാനൊരു മലയാളം ആയതുകൊണ്ട് എനിക്ക് വലിയ ഇംഗ്ലീഷ് നോളജ് ഇല്ലാത്തത് കൊണ്ടും ഞാന് എന്താ പറയാ ചിന്തിക്കുക സമ്പാദിക്കുക എന്ന് പറഞ്ഞുള്ള ഒരു ബുക്കാണ് ഞാനിപ്പോ വായിക്കുന്നത്. കാരണം എനിക്ക് സമ്പത്ത് വേണമല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ എനിക്ക് എന്താണോ എനിക്ക് വേണ്ടത് ആ തരത്തിലുള്ള ബുക്സ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. സോ ഞാനിതൊരു എനിക്ക് കുറെ കൂടെ വലുതായിട്ട് ഞാൻ അച്ചീവ് ചെയ്തിട്ട് പറയണം എന്നൊക്കെ വിചാരിച്ച കാര്യങ്ങൾ ഞാൻ ഇപ്പഴേ പറഞ്ഞുപോയി. ഇനി ആ സമയത്ത് ഞാൻ ഫുള്ളി അച്ചീവ് ചെയ്തിട്ട് ഞാൻ ഇതിൽ വലിയ കാര്യങ്ങൾ സംസാരിക്കുന്നതായിരിക്കും. അടിപൊളി. എന്തായാലും ഞാൻ ആ വളരെ ടോപ്പിക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഹോസ്റ്റ് ആയിരുന്നു, നമ്മുടെ ഗസ്റ്റ് ആയിരുന്നു നമ്മുടെ ഇന്നത്തെ സെഷനിൽ. തീർച്ചയായിട്ടും. ഗുഡ് മോർണിംഗ്. സോ ഓക്കെ, മച്ച്. റഹീന ചോദിക്കുന്നു മെന്ററിംഗ് സപ്പോർട്ട് എത്ര ഉണ്ടായിരുന്നു എന്നാണ് ചോദിച്ചത്. മെന്ററിംഗ് സപ്പോർട്ട് മെന്ററിംഗ് സപ്പോർട്ട് 14 ദിവസം. എത്ര ദിവസമായിരുന്നു എന്ന് എനിക്ക് 1 ഓർമ്മയില്ല. month, എന്തായാലും 30 days. സോറി 1 മന്ത്. എന്തായാലും മെന്ററിംഗ് സർവീസ് ഉള്ള സമയത്തോളം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതല്ലാത്ത സമയത്തും ഞാൻ കേറിയിട്ട് ഷബ്ന മാമിനെ വിളിച്ചിങ്ങാണ്ട് മാം ഇപ്പൊ ഇരിക്കുക അപ്പൊ ഇരിക്കുക എന്ന് ചോദിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ അത് മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട്. മാമും അങ്ങനെ ഒരു എനിക്ക് പറ്റില്ല അല്ല സമയമില്ല അങ്ങനെ ഒന്നും പറഞ്ഞിട്ടുമില്ല. ആ സമയം മാം നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മാം ഇരുത്തി ചിലപ്പോ എന്റേതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 1.5 hour ഒക്കെ ചിലപ്പോൾ നീണ്ടു നിന്നിട്ടുണ്ടാവണം എന്റെ ഒരു ഹീലിംഗ് സെക്ഷൻ. ഞാൻ അത്രക്ക് ഡീപ്പായിട്ട് എന്റെ മൊത്തം കഴുകി കളയാൻ ആ സമയം തന്നെ പറ്റിയിട്ടുണ്ട്. സോ അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ്. ഇപ്പം പഴയ കാര്യങ്ങളൊന്നും ഞാനിപ്പോ അങ്ങനെ എടുക്കുന്നതേ ഇല്ല. വെരി ഗുഡ്. യെസ്. ഓൾറൈറ്റ്. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്, പറഞ്ഞോളൂ. ഉമൈവേനെ. ആ ഹാല ഞാൻ കുറച്ച് സമയമേ കേട്ടുള്ളൂ, പക്ഷെ കേട്ടത് സൂപ്പർ ആയിരുന്നു. അപ്പൊ എനിക്കൊരു കാര്യം കൂടി പറയണമെന്ന് തോന്നി. ഓക്കെ. ഞാൻ ഇന്നലെ രാവിലെ പാലക്കാട് നിന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒറ്റപ്പാലത്ത് വെച്ച് എന്റെ കാർ ആക്സിഡന്റ് ആയി. ടയർ പൊട്ടി ഒരു സ്കൂട്ടറിൽ ചെന്ന് ഇടിച്ച് അയാൾ വീണു. അയാളുടെ സ്കൂട്ടറൊക്കെ കേടുവന്നു. പക്ഷെ സാധാരണ EFT ചെയ്യണതിന്റെ മുൻപാണ് അത് സംഭവിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോ അവിടെ നിൽക്കൂല, ഇന്ന് വല്ല ഹോസ്പിറ്റലും കൊണ്ട് ആക്കേണ്ടി വരും. ആ സമയത്ത് ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് ഇനിയിപ്പോ എന്താ ചെയ്യാ അങ്ങനെ ഒരു ഇതിൽ വന്നു, കുറച്ച് ആൾക്കാരൊക്കെ കൂടി. പക്ഷെ എനിക്ക് ഒട്ടും ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ആൾക്കൊന്നും പറ്റില്ല എന്ന് ഞാൻ അപ്പം മുതലേ മനസ്സിൽ ടാപ്പ് ചെയ്തു. ഒന്നും പറ്റരുതേ, അല്ലെങ്കിൽ പറ്റാത്തതിന് അൽഹംദുലില്ലാ എന്നും പറഞ്ഞ് ഞാൻ നന്നായിട്ട് ടാപ്പ് ചെയ്തു. ആൾക്ക് കുഴപ്പമൊന്നുമില്ല, ആള് എണീറ്റ് പോയി. വൈകുന്നേരം ആവുമ്പോ ആൾക്ക് മീറ്റിംഗ് ഉണ്ട് പറഞ്ഞിട്ടാണ് പോയത്. തിരക്ക് പിടിച്ചിട്ടാണ് ചെല്ലും. പക്ഷെ നമ്മൾ വിളിച്ചു ചോദിച്ചപ്പോ കുഴപ്പമില്ല, കുറച്ച് വയസ്സായ ആളാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ടാണ് നിക്കാഹിന് പോകാൻ വേണ്ടിയിട്ട് കുറ്റിപ്പുറത്തുനിന്ന് കുറച്ചും കൂടി ദൂരം പോകണമായിരുന്നു. പക്ഷെ ഒരു 11:30 ആയി ഞാൻ കൊളപ്പുള്ളിയിൽ ഷൊർണൂർ എത്തുമ്പോൾ. വണ്ടിയൊക്കെ ശരിയാക്കി, ടയർ പൊട്ടിയതുകൊണ്ട് ടയറൊക്കെ മാറ്റിയിട്ട്. പക്ഷെ ആ വണ്ടി കൊണ്ട് പോകാൻ പറ്റില്ല, വണ്ടി വർക്ക്ഷോപ്പിൽ കൊടുത്ത് ഞാൻ പോണ്ടേ വിചാരിച്ചിരുന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് സാധാരണ എന്നെ അങ്ങനെ സപ്പോർട്ട് ചെയ്യാത്താണ്. 12:20 ട്രെയിൻ ഉണ്ട്, നീ വേണമെങ്കിൽ പോയിക്കോ, നിന്നെ കൊണ്ടുവിട്ടുതരാം റെയിൽവേ സ്റ്റേഷനിൽ എന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ടുവിട്ട് ഞാൻ അവിടെ നിക്കാഹിന് എത്തുമ്പോൾ 2 മണിയാണ്. പക്ഷെ എനിക്ക് ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് മാം കട്ടായോ? ഹലോ.
മാം ഓഡിബിൾ അല്ല, എന്തോ ഒരു മിസ്സിംഗ് ഉണ്ട്. മാം നല്ലൊരു പോയിന്റ് പറഞ്ഞു വരികയായിരുന്നു. അതെ. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഹലോ മാം. ഹലോ, കേൾക്കാവോ സാർ? ഇപ്പൊ കേൾക്കാം, പറഞ്ഞോളൂ. അപ്പം എനിക്ക് അവിടെ എത്താൻ പറ്റും. ഞാൻ കുറേ ദിവസമായിട്ട് നന്നായിട്ട് ആഗ്രഹിച്ചതായിരുന്നു അങ്ങനെ ഒരു പ്രോഗ്രാമിന് പോവുക എന്നുള്ളത്. അപ്പോൾ ഈ വരുന്ന വഴിക്ക് ഇങ്ങനെ സംഭവിച്ചത് കൊണ്ട് ഇനി അത് നടക്കൂല എന്നായിരുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അപ്പം അതിനേക്കാളും നമുക്ക് വേണ്ടത് ഇപ്പോഴുള്ള സിറ്റുവേഷനെ സോൾവ് ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷെ അതൊക്കെ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്ത് ഞാൻ അവിടെ 2 മണിയാകുമ്പോൾ നിക്കാഹിനെത്തി. എന്നെ അവിടെ വെയിറ്റ് ചെയ്ത് കുറേ പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇപ്പം ഉണ്ടായ ആ ഒരു സങ്കടം എന്ന് പറയുന്നത് അത് നമുക്ക് അവിടെ ചെന്നപ്പോൾ ഫുള്ളായിട്ട് മാറി. ഫുള്ളായിട്ട് പറഞ്ഞാൽ സങ്കടം ഇല്ല, നമ്മൾക്ക് ഉള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് എന്ത് വേണോ അതിലേക്ക് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി എന്നുള്ള നമുക്ക് എന്ത് വേണം, വേറെ ആരെന്ത് ചിന്തിക്കുന്നോ അതിലേക്ക് നമ്മൾ നോക്കണ്ട എന്നുള്ള ഷാഫി സാറുടെ ഒരു ക്ലാസ്, അത് കറക്റ്റ് നമ്മളെ അവിടേക്ക് എത്തിച്ചു. ആ EFT എന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് നമുക്ക് വണ്ടിയുടെ പാർട്സ് വാങ്ങിച്ചു കൊടുത്താലാണ് വണ്ടി ശരിയാക്കി കിട്ടുള്ളൂ. ഞാൻ പോകേണ്ടിയായിരുന്നു വിചാരിച്ചതാണ്. എൻ്റെ ഇക്ക ലീവ് എടുത്ത് അത് പോയി രാത്രി വൈകുന്നേരത്ത് പോയി വാങ്ങി അത് തിരിച്ചു ഇവിടെ കൊണ്ടുവന്ന് ഒന്നും പറയാതെ ഒന്നും പറയാതെ. ശരിക്കും മിറാക്കിളാണ് സാറേ ജീവിതത്തിൽ. ഞാൻ അതിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ എൻ്റെ ഇക്ക സപ്പോർട്ട് ചെയ്യും, പക്ഷെ അതിൻ്റെ കൂടെ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് നമ്മളെ കഷ്ടപ്പെടുത്തി മനസ്സിലേക്ക് ഇങ്ങോട്ട് കുത്തി നോവിച്ചിട്ടാണ് നമുക്കത് ചെയ്തു തരിക അല്ലെങ്കിൽ ഇതാക്കുക. പിന്നെ ഇത് കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് പറയും പറ്റുന്നതല്ല, ഇതിൻ്റെ പിന്നാലെ നമ്മൾ കുറേ നടക്കണം, അങ്ങനെ പറഞ്ഞു. അപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇതൊക്കെ മനുഷ്യന്മാർക്ക് സംഭവിക്കുന്നതാണ്, ഇങ്ങനെയൊക്കെയാണ് മനുഷ്യന്മാർ ജീവിക്കുന്നത്. അതോടുകൂടി എൻ്റെ ആ ടോക്ക് നിർത്തി. അതിന് മുന്നേ ഞാൻ സാറ് പറഞ്ഞ പോലെ വിഷ്വലൈസ് ചെയ്തിരുന്നു നമുക്ക് എന്താ വേണ്ടത്, സമാധാനം. അതിലേക്ക് ശരിക്കും ഇന്നലെ ശരിക്കും സാറേ നമുക്ക് എന്തെങ്കിലും പൈസ കിട്ടുക ഇതൊന്നുമല്ല, ഒരാളുടെ ജീവൻ നമ്മൾ കാരണം സംഭവിക്കാതിരിക്കുക. ഒന്നും സംഭവിച്ചില്ല ഒന്നും സംഭവിച്ചില്ല. അയാളുടെ കയ്യിൽ ചെറുതായിട്ടൊരു ജസ്റ്റ് എന്തോ ഒരു തടിപ്പ് വന്നു, അയാൾ അതെന്തോ സ്പ്രേ അടിച്ച് പോയി, കുഴപ്പമില്ല പറഞ്ഞേ. പക്ഷെ കണ്ടാല് അവിടെ നിൽക്കുന്നവരും കണ്ടാല് പറയുന്നത് ദൈവം എന്ന് പറയുന്നത് അവിടെ നമ്മളത്രയും ബ്ലെസ്ഡ് ആണ് എന്നാണ്. ഇന്നിപ്പോ ഞാനിത് പറയില്ല സാറേ, ഈ ഹല ഇതിങ്ങനെ പറഞ്ഞപ്പോ എനിക്കത് ഫീൽ ചെയ്തു. എന്താ വെച്ചാൽ നമ്മുടെ EFT എന്ന് പറയുന്ന സാധനം നമ്മൾ ജീവിതത്തിൽ നമ്മൾ മാറി എന്ന് പറയുന്നത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ കറക്റ്റായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്ത് വേണമെന്നുള്ളത്. ഇനി ഇതേപോലെ ഒരു മിറാക്കിള് ഞാനൊരു 3 ദിവസം മുന്നേ ഷബ്നാമ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗിവിങ് ഫോർഗിവ്നെസ് ആയിരുന്നു. ആ ഫോർഗിവ്നെസ്സിൻ്റെ ഇടയിൽ സെൽഫ് ലവ് ആയിരുന്നു. ആ സെൽഫ് ലവിൻ്റെ ഇടയിൽ ഫസ്റ്റ് ടാപ്പിംഗ് എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. സെക്കൻഡ് ടാപ്പിങ്ങിൻ്റെ ഇടയിൽ എനിക്കൊരു പ്രോബ്ലം കയറി വന്നു. ആ പ്രോബ്ലം കയറി വന്ന് എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. മാമിനോട് ചോദിച്ചപ്പം ആ പ്രോബ്ലം എടുത്ത് ഹീൽ ചെയ്തിട്ട് സെൽഫ് ലവ് ചെയ്താൽ മതി പറഞ്ഞു. പക്ഷെ ആ പ്രോബ്ലം എടുത്ത് ഹീൽ ചെയ്ത് പിറ്റേ ദിവസം ശരിക്കും മിറാക്കിളസ് സാറേ, അവിടെ ഉണ്ടായത് കോളേജിലെ ഒരു പ്രോബ്ലം ആയിരുന്നു. ആ സാർക്ക് ഞാൻ തലേ ദിവസം ഫോർഗീവ് ചെയ്തു കൊടുത്തു. പിറ്റേ ദിവസം രാവിലെ ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് ആ സാറ് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞു ഇങ്ങനെയാണ് എന്നുള്ളത്. അപ്പം ഞാൻ ഇറ്റ്സ് ഓക്കെ, ലെറ്റ് ഗോ. അവർക്കും ആ ഒരു വിഷമം ഫീൽ ചെയ്തു, നമ്മളെ അവോയ്ഡ് ചെയ്തു എന്നുള്ളത്. പക്ഷെ അപ്പം ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ, ലെറ്റ് ഗോ. സംഭവം ശരിയായില്ലേ? ശരിക്കും കറക്റ്റ് മിറാക്കിളാണ്. നമ്മൾ എന്ത് വിചാരിക്കുന്നോ അത് നമ്മളിലേക്ക് എത്തും. അത് എന്ത് ബുദ്ധിമുട്ട് ഉണ്ടായാലും നമുക്ക് അവിടെ സൊല്യൂഷൻ ഉണ്ട് പറഞ്ഞാൽ കറക്റ്റാണ്. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കുറേ പേരുണ്ട്. മോർണിംഗ് ആയതുകൊണ്ട് ഞാൻ മോളോട് റെഡിയായി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്കൂളിൽ കൊണ്ടുവിടാന്ന് പറഞ്ഞിട്ട്. വേറെ യാത്ര ചെയ്യുന്ന ഒരു പാലക്കാടേക്ക് ഒരു തലേദിവസം പോയതായിരുന്നു. അപ്പൊ തിരിച്ചു വരുന്ന വഴിയിൽ അപ്പൊ മോള് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു ജസ്റ്റ് ടയർ പൊട്ടി പഞ്ചറായി, ഇനി ടയറ് ശരിയാക്കിയിട്ടേ വരാൻ പറ്റുള്ളൂ, അതുകൊണ്ട് നീ ഇന്ന് സ്കൂളിൽ പോകണ്ട പറഞ്ഞ് ഇതാക്കി. ഇതൊക്കെ കഴിഞ്ഞ് വണ്ടിക്ക് കൊടുത്ത് തിരിച്ചു വന്ന് വൈകുന്നേരം എൻ്റെ മോൾ എന്നോട് ചോദിച്ചു, ഇത്രയും സംഭവിച്ചിട്ട് ഉമ്മ എന്തുകൊണ്ട് വീട്ടിലാണ് എല്ലാവരോടും പറഞ്ഞില്ല എന്ന്.
അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ അവിടെ ഇപ്പം ഉള്ള ആള് വെച്ച് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. കുറേ പേരെ വിളിച്ച് പറഞ്ഞ് കുറേ പേര് നമ്മളെ വിളിക്കും. അവർ എന്ത് പറ്റി ആ ഒരു വിളിയിൽ നമുക്കൊന്നും കിട്ടാല്ല. നമ്മൾക്ക് അവിടെ കറക്റ്റ് സൊല്യൂഷൻ കിട്ടേ, നമ്മളാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക, എന്താണോ ആർക്ക് ചെയ്തു കൊടുക്കേണ്ടത് അത് നമ്മുടെ വണ്ടി ശരിയാക്കുക എന്നുള്ളത്. ശരിക്കും ഇതിന്റെ മുൻപാണ് ചെങ്ങ സാർ ഞാനില്ലേ എല്ലാ ലോകത്തുള്ളവരെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഇത് അതെ. നമുക്കൊരു ശരി നമ്മൾ പാനിക് ആവണേ ഇല്ല, കാരണം നമുക്ക് വന്നതിന് സൊല്യൂഷൻ. ഇനി നമുക്ക് വേണ്ടത് എന്ത്, ആ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നു. ശരിക്കും EFTയും ഷാഫി സാറുടെ ടീമും ഒരു താങ്ക്സ് എന്ന് പറഞ്ഞാൽ അത്രയും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ് നന്ദി പറയാനുള്ളത്. കാരണം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒറ്റയ്ക്ക് വീണ്ടും അങ്ങനെ ഒരു പ്രോഗ്രാമിന് എൻഗേജ്മെന്റിന് പോയി അത്രയും ഹാപ്പി ആയിട്ട് തിരിച്ചു വരിക എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. EFT ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെയല്ല. അപ്പൊ ഹാല പറഞ്ഞപ്പോ എനിക്ക് അതും കൂടി ഒന്ന് പറയണം തോന്നി. നമ്മുടെ സങ്കടത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നതിന് പകരം അതിന് സൊല്യൂഷനും ആ സൊല്യൂഷൻ വെച്ചിട്ട് നമ്മൾ ആ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യണം എന്നുള്ളതും ഒക്കെ നമ്മൾ ചെയ്യാന്നുള്ളത്. അപ്പോൾ EFT എന്ന് പറയുന്നത് പവർഫുൾ ആണ്. പവർഫുൾ എന്ന് പറഞ്ഞാൽ ലോകത്ത് ഇതിലും മേലെ വേറെ ഒന്നുമില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി മരുന്ന് എന്നല്ല, ഒരു മെഡിസിനും അല്ലെങ്കിൽ ഒരു വേറെ ഏതൊരു പ്രോഗ്രാമിനും ഈ EFTയുടെ അത്രയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ശരിക്കും മൈൻഡ് പവറാണ് സാറേ. മൈൻഡ് പവർ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. പാനിക്കായി, കുട്ടി ഉണ്ടായിരുന്ന അവരൊക്കെ, പക്ഷെ ഞാൻ അപ്പോഴും കൂളാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഞാൻ ജസ്റ്റ് ടാപ്പ് ചെയ്തു ഇവര് ഹോസ്പിറ്റലിൽ പോയ സമയത്ത്. സെറ്റാണ്, ഒരു രക്ഷയില്ല. ചെയ്യാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ചെയ്തോളൂ. നിങ്ങൾ ഈ ഹല പറഞ്ഞ പോലെ എന്താണ്, നമ്മൾ കാം ആൻഡ് പീസ്, നമുക്ക് സന്തോഷം സമാധാനം. ഇന്നലെയൊന്നും എനിക്ക് ഒരു പ്രശ്നമല്ല. ഉറങ്ങുക എന്ന് പറഞ്ഞാൽ ഞാൻ സൂപ്പറായിട്ട് ഉറങ്ങി എണീക്കാൻ വൈകിയത് കൊണ്ടാണ് എനിക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ വൈകിയത്. പക്ഷെ 5 മിനിറ്റ് ഞാൻ ഒരു 5-10 മിനിറ്റ് കയറുള്ളെങ്കിലും ഹലയുടെ ടോക്ക് അത് സൂപ്പറാണ്. ഒരു ഇല്ല, കണ്ടിന്യൂ ചെയ്തോ, ഒരു ലെവലിലേക്ക് എത്തും. ഷാഫി സാർ ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കുകയാണ്. ഷാഫി സാർ അങ്ങോട്ട് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതിന് പിന്നാലെ പോയിക്കോ, സെറ്റാവും. എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ താങ്ക് യു മച്ച്. സോ മച്ച്. ഒരു റിയൽമി 2 കിട്ടി. വെരി ഗുഡ്. യെസ്. അതെ അതെ, അടിപൊളി. ഒരു റിയൽമി സെഷനിൽ ഹാല വന്നു, ഹാലയ്ക്ക് മാത്രമല്ല ഉമ്മിവാമും കൂടി വന്നു. ഫെന്റാസ്റ്റിക്, അടിപൊളി സെഷൻ, ഒന്നും പറയാനില്ല. ഇതാണ് നമ്മുടെ എനർജി, ഇതായിരിക്കണം നമ്മുടെ എനർജി. ഉമ്മിവാമം പൊളിച്ചു, ഒന്നും പറയാനില്ല കേട്ടോ. കാരണം വെച്ചാല് ഷാഫി സാറേ, ഇന്ന് എല്ലാരും കൂടെ തകർത്തല്ലോ നമ്മളെ സെഷൻ. അതെ താങ്ക് യു സാർ. സാധാരണ ആരെങ്കിലും പറയുമ്പോ ഞാനിപ്പോ ഇത് തന്നെ ഫോൺ എടുത്ത് ഞാൻ 5 മിനിറ്റ് വെയിറ്റ് ചെയ്തു. കാരണം പറയാൻ വേണ്ടി നിൽക്കുമ്പോ നമുക്ക് വേറെ എന്തെങ്കിലും അവിടെ കേൾക്കും. അപ്പൊ ഞാനിത് എപ്പോഴും ഈ സാറിന്റെ ക്ലാസ് എന്ന് പറയുമ്പോൾ മിസ് ചെയ്യാതെ ഓണാക്കി വെച്ച അടുക്കളയിൽ എവിടെയാണ് വെച്ചെങ്കിൽ അല്ലെങ്കിൽ ഇയർപോഡ് വെച്ചിട്ടൊക്കെ കേൾക്കുന്നതാണ്. അപ്പൊ എനിക്ക് പറയാൻ വരും, സാറും അല്ലെങ്കിൽ ആരെങ്കിലും സംസാരിക്കുമ്പോ എനിക്കും പറയണം എന്നിങ്ങനെ തോന്നും. പക്ഷെ ഇടയിൽ സംസാരിക്കാം. ഞാനിപ്പോ അത് സമയം കണ്ടെത്തി പുറത്തിറങ്ങി നിന്നിട്ടാണ് സംസാരിക്കല്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു. സോ റാഫി എന്തോ പറയുന്നുണ്ടായിരുന്നു അല്ലേ? സാറേ, എല്ലാരും കൂടെ ഉഷാറാക്കി നമ്മുടെ സെഷൻ ഇന്ന്. വെരി ഗുഡ്, വെരി ഗുഡ്. അതേപോലെ നിങ്ങളും അടിപൊളിയായിരുന്നു. അടിപൊളി, അടിപൊളി. അതുപോലെ തന്നെ മറ്റാളെ സംസാരിച്ച ഉമ്മൈവേ ഉമ്മയോ ഉഷാറായി. നമ്മളെ എന്താ പറയാ, മനസ്സൊക്കെ ഒന്ന് തുറന്നു. ചില സംസാരങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആക്ച്വലി ഇതിന്റെ കാരണം ഹാലയാണ്. കാരണം ഹാല വന്നോടുകൂടി ഇവിടെ മൊത്തത്തിലുള്ള എല്ലാവർക്കും ഹാല അതെ, എല്ലാരും കൂടെ ഉണരാൻ തുടങ്ങി. കീപ് കമ്മിങ്. ഇനി എന്ത് ചെയ്യാ, നല്ല രീതിയിൽ മോർണിംഗ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ മോർണിംഗ് ക്ലാസ്സിൽ സെഷനൊക്കെ ആയിട്ട് വരണം. ഓക്കെ, ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ വരാത്ത ഇച്ചിരി റേഞ്ച് കുറവാണ് ഇവിടെ, അതുകൊണ്ടാണ്. ഇട്ടാ പിന്നെ സംസാരം കേൾക്കൂല. അതെ അതെ. ഓക്കെ, വെരി ഗുഡ്. സന്തോഷം. നല്ലൊരു എനർജി വന്നു. അടിപൊളി. അല്ല, ഇതാണ് നമുക്ക് വേണ്ടത് കേട്ടോ. നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ വേണ്ടത് എന്താ വെച്ചാൽ ദിസ് കൈൻഡ് ഓഫ് എനർജി വി നീഡ് അല്ലേ? ഷബീബി മാം എന്തോ പറയുന്നുണ്ട്, അടുത്ത ആള് വരുന്നുണ്ട്. എന്താണ് മാം എന്താ പറഞ്ഞത്? മാം എന്തോ പറഞ്ഞോ? ഓക്കെ, എന്തായാലും അടിപൊളി. താങ്ക് യു സോ മച്ച് ഫോർ മേക്കിംഗ് അവർ ഡേ സച്ച് എ വണ്ടർഫുൾ ഡേ ഹാല. താങ്ക് യു ഫോർ ബീയിങ് ഹിയർ. താങ്ക് യു ഫോർ
sharing this energy that you have, your thoughts, your definitions, words, your insights, your deep thinking, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെയധികം സന്തോഷം. ഇനിയും കൂടുതൽ നേരത്തെ പറഞ്ഞതുപോലെ എന്താ വെച്ചാൽ ഇപ്പം കുറച്ച് ഗ്രോത്ത് ഉണ്ടാക്കി, അത് ഇവിടെ വന്ന് പറയാൻ പറ്റി. വലിയ ഗ്രോത്ത് ഉണ്ടാക്കിയിട്ട് പറയാൻ ആഗ്രഹിച്ച പല കാര്യങ്ങളോട് പറഞ്ഞു. ഇനി ഇതിലും വലിയ ഗ്രോത്ത് ഉണ്ടാക്കിയിട്ട് ഇനി ഇതിലും വലിയ കാര്യങ്ങളായിട്ട് വീണ്ടും വരണം. അതേപോലെ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തതുപോലെ യൂട്യൂബ് ചാനലിൽ നല്ല ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ നന്നായിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക, പ്ലസ് മോർണിംഗ് സെഷനിൽ ഇതേപോലെ ഇടയ്ക്ക് വീണ്ടും വരിക, ഞങ്ങൾക്കൊക്കെ ഹാലയുടെ അടുത്തുള്ള ഡീപ്പ് ഇൻസൈറ്റ്സുകളൊക്കെ ഷെയർ ചെയ്യാം. സോ മച്ച്. ദിസ് ഈസ് വാട്ട് ഓൾ വി വാണ്ട്. ഇറ്റ് വാസ് എ വണ്ടർഫുൾ ജേർണി. ഇതാണ് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഉദ്ദേശിക്കുന്നത്, ദിസ് എനർജി. ഓക്കെ, എല്ലാവരും എനർജറ്റിക് ആയി. ഉഷാറ്. താങ്ക് യു. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. യെസ്. ഇപ്പൊ ഈ ഉമീബ മാം പറഞ്ഞില്ലേ, അത് ആ വ്യക്തിക്ക് നിക്കാഹിന് പോവാന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതുപോലെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ മതി നമ്മളെ സന്തോഷപ്പെടുത്താൻ, വലിയ കാര്യങ്ങളൊന്നും വേണ്ട എന്നുള്ളത് എല്ലാരും ഒന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ അങ്ങ് പോവുക. വെരി ഗുഡ്. കറക്റ്റ് ആണ്. ഞാൻ ഈ പറഞ്ഞതിന് എനിക്കൊരു കാര്യം ഉണ്ടായെന്ന് തോന്നുന്നത്, നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ എടുത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഞാൻ സക്സസ് ആവുന്നത്. അല്ലെ ഇപ്പൊ സാറാണെങ്കിൽ സക്സസ് ആവുന്നത്, സാറ് പറഞ്ഞ വാക്കുകൾ മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കുമ്പോഴാണ് സാറ് ഹാപ്പി ആവുന്നത് ശരിക്കും. അതേപോലെ നിങ്ങൾ ചെറിയ കാര്യത്തിലൊക്കെ സന്തോഷിച്ച് ചെറിയ ചെറിയ ലക്ഷ്യത്തിലൊക്കെ ഇങ്ങനെ നിക്കാഹിന് പോവുക, അല്ലെങ്കിൽ ഒന്ന് ബീച്ചിൽ പോവുക, അങ്ങനൊക്കെ മതി. അത്ര ആലോചിച്ചാൽ മതി. അതിലൊക്കെ സന്തോഷമായിട്ട് പോവുക. കൂടുതലൊന്നും ആലോചിക്കണ്ട, വലിയ പൈസ ഒന്നും ആലോചിക്കണ്ട. ഒക്കെ വന്നോളൂ. ആദ്യം ഇവിടെ ഓക്കെ ആക്കിയിട്ട് അങ്ങോട്ട് പോവുക. വെരി ഗുഡ്. ആ പറഞ്ഞ പോയിന്റിലേക്ക് ഒന്ന് പറയാൻ ഞാനും കൂടെ ആഡ് ചെയ്യാണ്. കാരണം ഈ വലിയ പല ആൾക്കാരുടെയും ലൈഫിൽ എന്താ വെച്ചാൽ അവർക്ക് ഗ്രേറ്റ്ഫുൾ ആവണമെങ്കിൽ, നന്ദി ഉണ്ടാവണമെങ്കിൽ, ഒരു സെലിബ്രേറ്റ് ചെയ്യണമെങ്കിൽ വലിയ എന്തൊക്കെയോ സംഭവിക്കണം എന്നുള്ളത് തിങ്കിങ് ആണ്. അല്ലെങ്കിൽ വലിയ കാര്യങ്ങളിൽ മറ്റുള്ളവരുടെ ലൈഫ് എടുത്ത് നോക്കിയിട്ടെന്ന് വെച്ചാൽ അതുപോലെ ആയില്ലല്ലോ, ഇതുപോലെ ആയില്ലല്ലോ. പക്ഷെ ആക്ച്വലി ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളുടെ ഏറ്റവും പ്രധാനം ചെറിയ ചെറിയ കാര്യങ്ങളിൽ വരെ. അപ്പൊ നമുക്ക് എത്ര നല്ല, ഞാൻ സെഷനിൽ പറയാറുണ്ട്, എത്ര നല്ല അഡ്വാൻസ് പ്രോഗ്രാമിൽ ഒരു ചെറിയ എക്സസൈസ് ഉണ്ട്. അത് പറയുന്നതെന്ന് വെച്ചാൽ എത്ര നിങ്ങളുടെ ലൈഫിൽ ഇന്ന് എത്ര നല്ല കാര്യങ്ങൾ സംഭവിച്ചു എന്ന് ചോദിക്കാൻ പറയും. പല ആൾക്കാർ 5, 6, 7, 8 കാര്യങ്ങളൊക്കെ എഴുതും. പക്ഷെ ആക്ച്വലി അങ്ങനെയല്ല. എല്ലാ ദിവസവും മില്യൺസ് ഓഫ് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ. അപ്പം ഹാല പറഞ്ഞ കറക്റ്റ് ആണെന്ന് വെച്ചാൽ കുഞ്ഞു കുഞ്ഞു. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളത്, ഈ ലൈഫിൽ ഞാൻ ഇത്രയും കാലം കുറേ ആൾക്കാരെ കോച്ച് ചെയ്തതിലൊന്ന് മനസ്സിലാക്കിയതാണ്, പല ആൾക്കാർക്കും ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് അവരുടെ ലൈഫ് ട്രാൻസ്ഫോം ആവുന്നത്. അവരുടെ ലൈഫിൽ, കാരണം അവർക്ക് അത്രയും രീതിയിൽ ചിലപ്പം തളയ്ക്കപ്പെട്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അവരുടെ സാഹചര്യങ്ങൾ അവരെ ബന്ധിക്കപ്പെട്ടിട്ടുണ്ടാകും. മറ്റു ചില ആൾക്കാരൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ ഇവിടെ തന്നെ വരുന്ന ചില ആൾക്കാരൊക്കെ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ അവരുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യുന്നതും അവരുടെ തിങ്കിങ് മാറുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് ഉമൈബ മാം പറഞ്ഞൊരു ചെറിയൊരു കാര്യം പോലെ പലർക്കും തോന്നിയേക്കാം, പക്ഷെ അത് ചെറിയൊരു കാര്യമല്ല. ഉമൈബ മാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു അച്ചീവ്മെന്റ് ആണ്. അത് ആ ആളിൽ ഉണ്ടാക്കിയ ഒരു ഷിഫ്റ്റാണ് നമ്മൾ ആ കണ്ടത്. അപ്പൊ നിങ്ങൾ ചെറിയ കാര്യങ്ങളിൽ പോലും നിങ്ങൾ ചെയ്യുന്ന അത് നിങ്ങൾക്ക് തരുന്ന ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ഉണ്ട്. ആ ഷിഫ്റ്റ് നിങ്ങളുടെ ലൈഫിനോട് തന്നെ കംപ്ലീറ്റ്ലി ഷിഫ്റ്റ് ചെയ്യിപ്പിക്കും. അത് വേറൊരാൾക്ക് ചിലപ്പോൾ വലിയ സംഭവം ആയിക്കോളന്നില്ല, അത് വേറൊരാൾക്ക് ചിലപ്പം ഇൻട്രസ്റ്റിംഗ് ആയിക്കോളന്നില്ല, അത് ആവേണ്ട ആവശ്യമില്ല. യു സെലിബ്രേറ്റ് യുവർ വേ ആൻഡ് ദാറ്റ് മാറ്റേഴ്സ്. വാട്ട് യു ഫീൽ ഹിയർ, ദാറ്റ് മാറ്റേഴ്സ്. Have a fantastic day. It was amazing. Thank you so much everyone for joining Hala and everyone here. ഇത്രയും നേരം സ്റ്റേ ചെയ്തിട്ടുള്ള ആൾക്കാരും, ഉമൈബ, thank you so much being here, and Rafi, thank you so much for supporting, and Naufal, thank you so much being here. Thank you everyone. Rashida ma'am, everyone. Have a ഹാലനോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഹാല ഒന്ന് പറ്റുമെങ്കിൽ അഡ്വാൻസ് പ്രോഗ്രാം കൂടെ ചെയ്യണം. അപ്പൊ സാറിന് വേറെ ലെവലായി മാറും. എനിക്ക് കുറച്ച് സീക്രട്സ് ഉണ്ട്, അത് ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പങ്കെടുക്കാത്തത്. ഡോണ്ട് വറി, ആ സീക്രട്സ് ഒന്നും ആരും അറിയില്ല. അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും നടക്കുന്നില്ല അല്ലേ റഷീദ മാം? ഒന്നും നടക്കൂല. ഞാനൊക്കെ 2 പ്രാവശ്യം പോയതാ. എന്താണെന്നറിയോ റഷീദ മാം പറയുന്നത് അത് അറ്റൻഡ് ചെയ്യണമെന്ന്, കാരണം ഹാലയുടെ പൊട്ടൻഷ്യൽ കണ്ടിട്ടാണ്. തീർച്ചയായിട്ടും ഞാൻ അത് ചിന്തിച്ചിട്ട് ഞാനിപ്പോ ഇരിക്കുന്നത്. ഉറപ്പായിട്ട് ഞാൻ വരും. കഴിവുള്ള ഒരാള് തീർച്ചയായിട്ടും അത് കംപ്ലീറ്റ് പുറത്തു വന്നാല് ഈ സമൂഹത്തിനൊരു മുതൽക്കൂട്ടാവും. താങ്ക് യു. ഞാൻ ഉറപ്പായിട്ട് പങ്കെടുക്കും. അതിന്റെ ടൈം ആവുമ്പോൾ ഞാൻ ഉറപ്പായിട്ട് വരും. അതേപോലെ ഇന്നിവിടെ ഹിബ ഷഹീർ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് ഒരുപാട് ടെക്സ്റ്റ് മെസ്സേജുകൾ കമന്റിൽ വന്നിട്ടുണ്ടായിരുന്നു. ദാറ്റ് വാസ് ആൾസോ വെരി ഇൻസ്പയറിംഗ് ആൻഡ് സപ്പോർട്ടീവ്. താങ്ക് യു. അതേപോലെ മുഹസിന, താങ്ക് യു എവരിവൺ ഫോർ കോൺട്രിബ്യൂട്ട്. നിങ്ങൾ എല്ലാവരുമാണ് ഇതിനെ ബ്യൂട്ടിഫുൾ ആക്കുന്നത്. ഇന്നിവിടെ
ടെക്സ്റ്റിലൂടെയും കമന്റിലൂടെയും ലൈക്കിലൂടെയും ഒക്കെ. ആൻഡ് ആസ്മ, താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് യുവർ വെരി ആക്റ്റീവ് ആസ് എ ടീം മെമ്പർ ആൻഡ് എവ്രി വൺ. മറക്കരുത്, നമ്മുടെ സെഷൻ വരാൻ പോവാണ് എന്ന് അടുത്ത സൺഡേ നമ്മൾ മീറ്റ് ചെയ്യാൻ പോവാണ് കാലിക്കറ്റ് വെച്ചിട്ട്. എല്ലാവരും വരണം. ഇപ്പൊ ഇവിടെ 40 പേരുണ്ട്, നിങ്ങൾ വന്നോളൂ. ഹാലയെ നമുക്ക് അവിടെ കൊണ്ടുവരാം, നിങ്ങൾക്ക് മീറ്റ് ചെയ്യാം. എല്ലാവരും വരണം. ആൻഡ് ഡെഫിനറ്റ്ലി ഷീ വിൽ ആൾസോ ബി ദർ. താങ്ക് യു സോ മച്ച്. ആൻഡ് യാ, ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാവരും വരിക കേട്ടോ. ഫീ എത്ര വരുന്നത്? നമ്മുടെ പ്രോഗ്രാമിന്റെ ഫീ വരുന്നത് അസ്മ, വാട്ട് ഇസ് ദ ഫീ? ഐ തിങ്ക് 1799. എത്രയാണ് അസ്മ? യാ 1799 രൂപയാണ് പ്രോഗ്രാമിന്റെ ഫീ വരുന്നത്. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ചെറിയ പേയ്മെന്റ് ഉള്ളൂ. എന്തിനാണ്? ആ ഹോട്ടൽ എക്സ്പെൻസ് കവർ ചെയ്യാന്ന് മാത്രം. എന്തിനാണ് പിന്നെ നമ്മൾ ഒരുമിച്ച് കൂടുന്നത്? നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റി എന്ത് ചെയ്യണം, കണക്ട് ആക്കി നിർത്താൻ. നമ്മൾ പരസ്പരം ഒന്ന് കണക്റ്റഡ് ആയിട്ട് ഡെപ്തിലേക്ക് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ദാറ്റ്സ് വാട്ട് വി ആർ ഡൂയിങ്. കമൻ, ജോയിൻ. എല്ലാവർക്കും ഒന്ന് കണക്റ്റഡ് ആവുക, ഒന്നുകൂടെ ഒന്ന് സംസാരിക്കുക, മീറ്റ് ചെയ്യുക, നല്ല ഇൻസൈറ്റ്സുകൾ ഷെയർ ചെയ്യുക, നോളജ് ഷെയർ ചെയ്യുക. ദിസ് ഇസ് വൈ വി ആർ ഡൂയിങ്. ഓക്കെ, താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ്. ടോപ്പിക് എന്താണെന്ന് ചോദിച്ചത് റീകണക്ട് എന്നുള്ളതാണ്. നമ്മുടെ എനർജി ഹയർ ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്കവിടെ വന്നു കഴിഞ്ഞാൽ ഹീലിംഗ് കാര്യങ്ങൾ, സംഗതികൾ അതിൽ ഇൻഡപ്തിൽ, അതിൽ മൈൻഡ് പവർ വരുന്നുണ്ട്, EFT വരുന്നുണ്ട്, മറ്റുള്ള ഹീലിംഗ് മൊഡാലിറ്റീസ് വരുന്നുണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഒരു ലൈഫ് ചേഞ്ചിങ് സെമിനാർ ആയിരിക്കും, വർക്ക്ഷോപ്പ് ആയിരിക്കും. ഒന്നുള്ളൂ, ഒരു ട്രെയിനിങ് പോയിന്റ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോയിന്റ് അവിടെ നിന്ന് കിട്ടും. ആൻഡ് ദാറ്റ്സ് ഗോണ ഹാപ്പൻ. ഇന്ന് ഇവിടുന്ന് കിട്ടിയതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനം കിട്ടും. അത് മാത്രമല്ല, ഒരു ഷിഫ്റ്റ് ഉള്ളിൽ സംഭവിക്കും. കാരണം നമ്മൾ അവിടെ ഒരു ഹീലിംഗ് എനർജി എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് വിൽ എഫക്ട് യു ലൈക്ക് എനിത്തിങ്. ആൻഡ് ഹാലയ്ക്ക് അതാണ് സംഭവിച്ചത്. അവിടെ നിന്നാണ് ട്രെയിനിങ് പോയിന്റ് വരുന്നത്. അവിടെ നിന്ന് വന്ന് പിന്നെ നമ്മുടെ കോഴ്സിൽ വന്നു, ദെൻ ഫർദർ ട്രെയിനിങ് പോയിന്റ്സ്. സോ ഡു ദ സെയിം തിങ്, കം ടു ദ പ്രോഗ്രാം, എക്സ്പീരിയൻസ് ഇറ്റ്, ടേസ്റ്റ് ഇറ്റ്, കണക്റ്റഡ് വിത്ത്, ബി കണക്റ്റഡ് വിത്ത് ആൻഡ് റീകണക്ട് യുവർ എനർജി ഇൻ ടു യുവർ ഹോൾഡ് സെൽഫ്. നിങ്ങളുടെ യഥാർത്ഥ സെൽഫ് ഉണ്ട്. നമ്മൾ പ്രശ്നങ്ങളുടെ ബുദ്ധിമുട്ടുകളിലൂടെ ഒക്കെ കടന്നു പോയിട്ട് നമുക്ക് നമ്മളിൽ നിന്ന് കണക്ഷൻ നഷ്ടപ്പെടും. സോ വി ആർ ട്രൈങ് ടു റീകണക്ട്. നമ്മളുമായിട്ട് റീകണക്ട് ചെയ്യാൻ പോവുകയാണ്, നമ്മുടെ യഥാർത്ഥ സെൽഫായിട്ട്, ഹയർ സെൽഫായിട്ട്. അതിനുള്ള പ്രോഗ്രാമാണ്. മറക്കരുത്, 1799 രൂപയുള്ളൂ. ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യാം. പിന്നെ എന്ത് ചെയ്യണം, EFT ചെയ്തവർക്ക് മാത്രമേ പറ്റൂ. അല്ല, എല്ലാവർക്കും വരാം. എനിബഡി ക്യാൻ കം. അതെല്ലാവർക്കും ഓപ്പൺ ആണ്. നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ റിലേറ്റീവ്സ് എല്ലാവരും കൊണ്ടുവരാം. ഓക്കെ, കുഞ്ഞു കുട്ടികളെ കൊണ്ടുവരരുത്. കാരണം അവരെ നമുക്ക് നോക്കാൻ കഴിയില്ല, അവർക്ക് എൻട്രി ഇല്ല. 12 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ടുവരരുത്. ഇതിന് മുകളിലുള്ള എല്ലാവർക്കും എന്ത് ചെയ്യാം, വരാം. ആൻഡ് ദേ ക്യാൻ ആക്ച്വലി ഹാവ് എൻ ലാസ്റ്റിംഗ് എക്സ്പീരിയൻസ്. ഇറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ്. അന്ന് അവിടെ ഒരുപാട് കാര്യങ്ങൾ, അതൊരു ഇറ്റ്സ് നോട്ട് എ പ്ലാൻഡ് ട്രെയിനിങ്, ഒരു എക്സ്പീരിയൻഷ്യൽ ട്രെയിനിങ് ആണ്. കുറേ കാര്യങ്ങൾ ഇതിലൂടെ കടന്നു പോകുന്ന ഒരു സെഷനാണ്. ഒരു മാജിക്കൽ, എന്താ പറയുക, എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യുന്ന, ഒരു മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യുന്ന, ഒരു ഡിഫറെൻറ്റ് വൈബ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. കം ആൻഡ് എക്സ്പീരിയൻസ്. അഡ്വാൻസ് പ്രോഗ്രാം ഒക്കെ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ എന്തായാലും ഇതിലൊന്ന് വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒന്ന് വി ക്യാൻ ഗോ ഇൻ ടു ദ ഡീപ്പർ ലെവൽ. ഓക്കെ, ഈ പ്രോഗ്രാമിൽ എന്തായാലും വരിക. കം ടു ദ പ്രോഗ്രാം. എല്ലാവരും പ്രോഗ്രാം പങ്കെടുക്കാത്ത ആൾക്കാരും പങ്കെടുത്തവരൊക്കെ വരും. എവരിബഡി ഈസ് വെൽക്കം. അതിന് 1799 രൂപ. എന്താ അത്രയും ചെറിയ എമൗണ്ടിൽ നമ്മൾ ഇത്രയും വലിയൊരു പ്രോഗ്രാം ചെയ്യുന്ന ഒരു 1 whole day? ഒറ്റ കാര്യമാണ്, ഇതിൻ്റെ ഒരു അവയർനെസ് മാക്സിമം ആൾക്കാരിലേക്ക് ക്രിയേറ്റ് ചെയ്യണം, എത്തിക്കണം എന്നുള്ള സപ്പോർട്ട് സംഗതികൾ. ഓക്കെ, താങ്ക് യു എവരിവൺ. താങ്ക് യു സോ Yes. മച്ച്. ഓക്കെ, ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു hala for. Sir. Let's wind up.